ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ஆவியானவர் சபைகளுக்கு சொல்லுகிறதை காதுள்ளவன் கேட்க கடவன். ஜெயம் கொள்ளுகிறவன் எவனோ அவனுக்கு தேவனுடைய பரதீசின் மத்தியில் இருக்கிற ജീവ വൃക്ഷത്തിൻ കനിയെ പുസിക്ക കൊടുപ്പേൻ എന്നെഴുത്. ആ വാക്യത്തിന്റെ അവസാന ഭാഗം മലയാളത്തിൽ വായിക്കാം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ? ആർക്ക്? ജയിക്കുന്നവന്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജയിക്കുന്നവന് ഞാൻ കൊടുക്കും എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വെളിപ്പാട് 2:7 ജീവവൃക്ഷത്തിൻ്റെ ഫലം, 2:17 മറഞ്ഞിരിക്കുന്ന മന്ന, വെള്ളക്കല്ല്, 3:17 ജയിക്കുന്നവനെ ഞാൻ ആലയത്തിൻ്റെ തൂണുകളാക്കും, 3:21 ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ ഓഹരിക്കാരനാകും. ഇങ്ങനെ ജയിക്കുന്നവന് ഞാൻ കൊടുക്കുമെന്ന് പറയുന്ന ചില കാര്യങ്ങൾ വചനത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ജയിക്കണം. ഹല്ലേലൂയ. എന്തിനെ ജയിക്കണം? ലോകം, ജഡം, പിശാച്, ഈ 3 കാര്യങ്ങളെ ഒരു ദൈവ പൈതൽ ജയിക്കണം. ഹല്ലേലൂയ. നമുക്കെതിരായി നിൽക്കുന്ന കാര്യങ്ങൾ, ഒരു ദൈവ പൈതലിനെതിരായി നിൽക്കുന്ന കാര്യങ്ങൾ, ദൈവരാജ്യത്തിനെതിരായി നിൽക്കുന്ന കാര്യങ്ങൾ പിശാച് മാത്രമല്ല, ലോകത്തിലുള്ള കാര്യങ്ങളെയും ജയിക്കണം, ജഡത്തിൻ്റെ കാര്യങ്ങളെയും, തമിഴിൽ മാമിസത്തിൻ കിരിയകൾ, ജഡത്തിൻ്റെ പ്രവൃത്തികളെയും ജയിക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടതാണ്, സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. ലോകമെന്ന് പറയുമ്പോൾ പണം, ഈ ലോകത്തിലുള്ള പുറമേയുള്ള മോടി, ഈ ലോകത്തിലുള്ള ജീവിതം, സമ്പത്ത്, വസ്തുവകകൾ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ലോകവുമായി ബന്ധപ്പെട്ടാണ്. അധികാരം, അതെല്ലാം ലോകവുമായി ബന്ധപ്പെട്ടാണ്. ലോകത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം, സ്വഭാവത്തിൽ ഒരു പ്യൂരിറ്റി ഉണ്ടാകണം. ഓക്കെ, പിശാചിനെ ജയിക്കണം, അന്ധകാര ശക്തികളെ ജയിക്കണം. ഈ 3 കാര്യത്തെയും ഒരു ദൈവ പൈതലിന് ജയിക്കുവാൻ ആവശ്യമായ വചനത്തിൻ്റെ വെളിച്ചത്തെ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, യേശുവിൻ്റെ രക്തത്താലും സത്യവചനത്താലും ജയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സഭ. എങ്ങനെ ജയിക്കും? യേശുവിൻ്റെ രക്തത്താലും സത്യവചനത്താലും. വചനത്താലും യേശുവിൻ്റെ രക്തത്താലും സഭ ജയിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ജയിക്കുന്നവൻ എന്ത് കൊടുക്കും? ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. നമ്മൾ വായിച്ചു കേട്ടത്, ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ ജീവവൃക്ഷത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന, ആദ്യമായി വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ, ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെയും ഹൗവയും തോട്ടത്തിനുള്ളിൽ ആക്കി വെച്ചിട്ട് ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ള നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ അവർ അനുസരണക്കേട് കാണിച്ചു, പാമ്പിൻ്റെ കൗശലത്തിൽ അവർ തോറ്റുപോയി. പാമ്പ് അവരെ ചതിച്ചു, അല്ലെങ്കിൽ പാമ്പിൻ്റെ ബുദ്ധിയെ അവർ ജയിച്ചില്ല. പാമ്പിനോട് അവർ തോറ്റുപോയി. അതുകൊണ്ട് ദൈവത്തോട് അവർ അനുസരണക്കേട് കാണിച്ചു. അകൃപയിൽ നിന്നും അവർ വീണുപോയി. വീണുപോയതിന് ശേഷം കർത്താവ് പറയുകയാണ്, മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം ആർക്കുള്ളതാണ്? കൃപയിൽ നിൽക്കുന്നവനുള്ളതാണ്. ഹല്ലേലൂയ. വീണുപോയവനുള്ളതല്ല. വീണുപോയവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ അവൻ ഒരു നശിച്ച അവസ്ഥയിൽ എന്നേക്കും ജീവിക്കും. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ, ആമേൻ, ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ എന്നേക്കും ആത്മാവിൽ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, അവൻ കൃപയിൽ നിന്ന് വീണതിന് ശേഷം ജീവവൃക്ഷത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ ജീവവൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ അവൻ സ്വന്തമാക്കിയാൽ അവൻ നന്നാവുകയില്ല, അവൻ നശിച്ചു പോകും. എന്നാൽ
അങ്ങനെ ഒരു അപകടം അവനുണ്ടാകാതിരിക്കുവാൻ വേണ്ടി കർത്താവ് അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് തന്നെ പുറത്താക്കി കളയുകയാണ്. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം. ആമേൻ. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നവനുള്ളതാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും വീണു പോകുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം അവനുള്ളതല്ല. ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ അതിനൊരു ആത്മീക അർത്ഥമുണ്ട്, സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിന് ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ ജീവവൃക്ഷം ആരാണെന്ന് ചോദിച്ചാൽ യേശുവാണ് ജീവൻ്റെ വൃക്ഷമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതിനുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. യേശു ദൈവത്തിൻ്റെ ഭാഗമാണ്. ആ ദൈവത്തിൻ്റെ ഭാഗമായിരുന്ന യേശു ഇറങ്ങി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് താണിറങ്ങി വന്നു. ആ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. ആ യേശുവിൽ ഒരു ഫലമുണ്ട്, യേശുവിൽ നിന്ന് ലഭിക്കുന്ന നന്മയുണ്ട്. ഇതേ യേശുവിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നോക്കിക്കേ, യേശുവിൽ എന്തുണ്ട്? ജീവനുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ജീവനെക്കുറിച്ചല്ല പറയുന്നത്, ആത്മാവിലുള്ള ജീവനെക്കുറിച്ചാണ് വചനം പറയുന്നത്. ശരീരത്തിൽ ഒരുപക്ഷെ ജീവനുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ അത് ജീവനല്ല. ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് ജീവനുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ ദൈവത്തെ സ്തുതിക്കും. സങ്കീർത്തന ഭാഗത്തിൽ വചനം പറയുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കുന്നു. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലില്ല എങ്കിൽ സ്തുതിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതിന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നിങ്ങളിൽ ജീവനുണ്ടോ ജീവനില്ലേ എന്നുള്ളതിനൊരു അടയാളം, ചെക്ക് ചെയ്യാനൊരു അടയാളം, ഒരു സാമ്പിൾ ടെസ്റ്റിംഗ്. സ്തുതിക്കുവാനുള്ള ടെൻഡൻസി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ എന്തുണ്ട്? ജീവനുണ്ട്. സ്തുതിക്കുവാൻ മടിയാണോ, ആരാധിക്കുവാൻ മടിയാണോ, അതിൻ്റെ അർത്ഥം ജീവനില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, ജീവനുള്ളതെല്ലാം കർത്താവിനെ സ്തുതിക്കും, ജീവനുള്ളതെല്ലാം കർത്താവിനെ ആരാധിക്കും. മതി. ജീവനില്ലാത്തത് ആരാധനയ്ക്ക് വരാൻ പോലും ഇഷ്ടമില്ലാതെ മടിച്ച് വീട്ടിൽ കിടക്കും. ജീവനില്ലാത്തത് ആരാധനയ്ക്ക് വരാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാതെ വേറെ എവിടെയെങ്കിലും പോകും. ജീവനുള്ളത് ആരാധനയ്ക്ക് വരാനുള്ള ടെൻഡൻസിയിൽ നിൽക്കും. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓക്കെ, ദൈവത്തെ ആരാധിക്കുവാൻ പല തടസ്സങ്ങളുണ്ടാകും. ദൈവത്തിൻ്റെ ജനം അതിനെ അതിജീവിച്ച് ദൈവത്തെ സ്തുതിക്കും, അതിനെ അതിജീവിച്ച് ദൈവത്തെ ആരാധിക്കും. അങ്ങനെ അതിജീവിച്ച് ദൈവത്തെ ആരാധിപ്പാൻ വന്നവർ ധാരാളം പേർ ഇവിടെ നിന്നുണ്ട്. ഹല്ലേലൂയ. സ്മൂത്ത് ആയിരിക്കില്ല ദൈവത്തെ ആരാധിക്കുന്നതും ദൈവിക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതും എളുപ്പമായിരിക്കില്ല. ഒഴുക്കിനനുസരിച്ച് പോയാൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ഒഴുക്കിന് എതിരെ പോകുമ്പോഴാണ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുക, ദൈവത്തെ ആരാധിക്കാൻ പറ്റുക. ഹല്ലേലൂയ. എന്നാൽ ആ ഒഴുക്കിനെതിരെ പോയി ത്യാഗത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ മഹത്വമുള്ള കാര്യങ്ങൾ പ്രാപിക്കും, ദൈവത്തിൻ്റെ തേജസ്സുള്ള നന്മകൾ അനുഭവിക്കും. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുന്ന ദൈവജനം, കർത്താവിനെ സ്തുതിക്കുന്ന ദൈവജനം, അവർ നോർമലായിരിക്കില്ല. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള നന്മകൾ അവരുടെ ജീവിതത്തിൽ അവർ സ്വന്തമാക്കുക തന്നെ ചെയ്യും. സൂപ്പർ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളത് സ്തുതിക്കുന്ന ദൈവജനത്തിന്, ആരാധിക്കുന്ന ദൈവജനത്തിന്, മഹത്വമുള്ള ദൈവജനത്തിന്റെ മേൽ കടന്നു വരും. സൂപ്പർ നാച്ചുറൽ, നോട്ട് ദ നോർമൽ വൺ, not the natural one, not the common one, not the usual one, not the general one, but the supernatural. ആമേൻ. അമാനുഷികമായിട്ടുള്ള ഉയരത്തിലുള്ളത് സ്തുതിക്കുന്ന ദൈവജനത്തിനായി, ആരാധിക്കുന്ന ദൈവജനത്തിനായി കർത്താവ് പകർന്നു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്തുതിക്കുവാനൊരു ഇൻട്രസ്റ്റ് നമ്മിൽ ഉണ്ടാകട്ടെ, ആരാധിക്കുവാനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാകട്ടെ. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം സ്തുതിക്കുന്ന മക്കളുടെ ഉള്ളിൽ വസിക്കും. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവ് ആരാധിക്കുന്ന മക്കളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കും, ദൈവത്തിൻ്റെ വർദ്ധിക്കും. തേജസ്സുള്ള ദൈവത്തിൻ്റെ പുത്രന്മാർ വെളിപ്പെട്ട് വരണം. ദൈവപുത്രന്മാർ മാത്രം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ ഹല്ലേലൂയ.
ഞാൻ നേരത്തെയൊക്കെ ദൈവപുത്രന്മാരുടെ ഹല്ലേലൂയ പറയുമ്പോൾ ആരും കൈ ഉയർത്തില്ല. ഇപ്പോൾ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മൾ ദൈവപുത്രന്മാരാണ്, ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാരാണ്, ഏദൻ തോട്ടത്തിലെ ദൈവപുത്രന്മാരാണ്, കനാനിലെ ദൈവപുത്രന്മാരാണ്, പുതിയ യെരുശലേമിലെ ദൈവപുത്രന്മാരാണ്. ആമേൻ, ഹല്ലേലൂയ. ആ സ്പിരിച്വൽ ലാംഗ്വേജും കൂടെ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ആത്മീക ഭാഷ, ആ സ്പിരിച്വൽ വേർഡ്സ് ഉണ്ട്, ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ ആ പർട്ടിക്കുലർ കാര്യത്തിലേക്ക് നോട്ടീസ് ചെയ്യുകയാണ്, പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഏദനിലെ ദൈവപുത്രന്മാർ, ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാർ, കനാന്റെ അനുഭവം, പുതിയ യെരുശലേമിൻ്റെ അനുഭവം, ആ അനുഭവത്തിലേക്ക് കർത്താവ് തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, മിസ്രയീം, മരുഭൂമി യാത്ര, കനാൻ. എവിടെയാണ്? കനാനിലാണോ? മരുഭൂമി യാത്രയിലാണോ? മിസ്രയീമിലാണോ? കനാനിലാണല്ലേ? സന്തോഷമുള്ള കാര്യം. പക്ഷേ നമ്മൾ ചിന്തിച്ചു, ചില ആളുകൾ മരുഭൂമിയിലാണെങ്കിലും മേഘത്തിൻ്റെ കീഴിലാണെങ്കിലും മന്നയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ബോഡി കൊണ്ട് അവിടെയാണെങ്കിലും മനസ്സുകൊണ്ട് മിസ്രയീമിലാണ്. പല ആളുകൾ ശരീരം കൊണ്ട് മരുഭൂമി യാത്രയിലാണ്, പക്ഷെ ശരീരം കൊണ്ട് മരുഭൂമി യാത്രയിലാണ്, ശരീരം കൊണ്ട് മോശയുടെ കൂടെയാണ്, മനസ്സുകൊണ്ട് ഫറവോൻ്റെ കൂടെയാണ്. മനസ്സുകൊണ്ട് ഫറവോൻ്റെ നാട്ടിലാണ്, മനസ്സുകൊണ്ട് ലോകത്തിലാണ്, മനസ്സുകൊണ്ട് ജഡീകനാണ്. അങ്ങനെ ഇരിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ ജനം ആത്മീകരായി മാറണം. ഹല്ലേലൂയ. ചെയ്യുന്നതെല്ലാം മനസ്സോടെ ചെയ്യണം. പുറമേ ഉള്ളത് പോരാ, അകമേ ഒരു വിശുദ്ധീകരണം ഉണ്ടാകണം. ഹല്ലേലൂയ. സ്തുതിയോടെ സ്തോത്രത്തോടെ വചനങ്ങൾ ഏറ്റെടുത്തുകൊള്ളുവൻ. സ്തുതിയോടെ സ്തോത്രത്തോടെ വചനങ്ങൾ എടുക്കും തോറും നമ്മൾ അറിയാതെ തന്നെ ഒരു ദൈവ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തുകയാണ്. നമ്മൾ അറിയാതെ തന്നെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഫില്ലാവുകയാണ്. ആരാധിക്കുമ്പോൾ മാത്രമല്ല, സ്തുതിക്കുമ്പോൾ മാത്രമല്ല, വചനം ധ്യാനിക്കുമ്പോഴും ആത്മാവിൽ നമ്മൾ ബലവാന്മാരാകുന്നു. ആത്മാവിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുന്നു. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ പല വിഷയങ്ങളിലും ഒരു വിടുതലുണ്ടാകും. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല വിടുതൽ, ദൈവികമായി നമ്മൾ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ പോലും വിടുതൽ ആരംഭിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദത്തിൽ സ്തുതിയോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ വിടുതൽ നടന്നുകൊണ്ടേയിരിക്കും. സ്തുതിക്കുമ്പോഴും വിടുതലുണ്ടാകും, ആരാധിക്കുമ്പോഴും വിടുതലുണ്ടാകും, വചനം ധ്യാനിക്കുമ്പോഴും വിടുതലുണ്ടാകും, ദൈവമക്കളുടെ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴും വിടുതലുണ്ടാകും. വിടുതൽ, ഡെലിവറൻസ്, ആ പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവവൃക്ഷം യേശുവിൽ ചില ഫലങ്ങളുണ്ട്. ആ ഫലം ആര് പ്രാപിക്കും? അനുസരണയോടെ, താഴ്മയോടുകൂടെ, ഏദന്റെ അനുഭവത്തിൽ, അതിൻ്റെ ചിട്ടവട്ടത്തിൽ നിൽക്കുന്നവർ മാത്രമേ ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കുകയുള്ളൂ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഏദന്റെ അനുഭവത്തിലാണ്, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ്. അങ്ങനെയെങ്കിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം നമുക്കുള്ളതാണ്. ജീവവൃക്ഷത്തിൻ്റെ ഫലം പലതും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, എന്നാൽ അത് കൂടുതലായി അനുഭവിക്കേണ്ടതുണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അടുത്ത സംസർഗം, അതാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം. ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന അതിൻ്റെ ഹയർ റേഞ്ചിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അവൻ ലോകമോഹിയായി പോകില്ല, അവൻ ലോകത്തിൻ്റെ അടിമത്തത്തിൽ വീണു പോകില്ല, അവന് പിശാചിന് ജയിക്കാൻ പറ്റില്ല. ആദാമിനും ഹവ്വയും നോക്കിക്കേ, അവർ ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോഴും ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ കണക്കിന് വളർന്നില്ല. ഏദനിലായിരുന്നു, പക്ഷേ കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ പാമ്പിൻ്റെ പരിശോധനയിൽ, പാമ്പിൻ്റെ പരീക്ഷയിൽ ഹവ്വ തോറ്റുപോയി. തോറ്റ ഹവ്വ ഏദനിൽ നിന്ന് പോലും പുറത്തു പോകേണ്ടി വന്നു. ദൈവത്തിൻ്റെ ജനം ജയിക്കണം. ഹല്ലേലൂയ. പാപത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം, ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിക്കണം. ജയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ജനം. ജയിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച്, തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അവർ ഉയരങ്ങളിലേക്ക് പൊക്കൊണ്ടേയിരിക്കും. തേജസ് പ്രാപിച്ച അനേക ദൈവഭക്തന്മാരെ തിരുവചനത്തിൽ നമുക്ക് കാണാം. ഏലിയാവ് ഉയർന്ന തേജസ്സുള്ള മനുഷ്യൻ, ദാവീദ് അതിൽ കുറഞ്ഞ തേജസ്സുള്ള മനുഷ്യൻ, അതിനും കീഴെ തേജസ്സുള്ള മനുഷ്യർ ധാരാളമുണ്ട്. തേജസ് കുറഞ്ഞവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, തേജസ് കൂടിയവർ ദൈവദൂതന്മാരുടെ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിലും തേജസ് കൂടിയവർ
അവരോട് ഒരു മനുഷ്യർക്കും ഒരു രാജാക്കന്മാർക്കും ഒരു ഭരണ സംവിധാനങ്ങൾക്കും അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരോട് അടുക്കുവാൻ പോലും കഴിയില്ല. തേജസ്സുള്ള ദൈവപുത്രന്മാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. കർത്താവിൻ്റെ രാജ്യം വരുവാണ്ടാക്കവണ്ണം, കർത്താവിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുവാണ്ടാക്കവണ്ണം തേജസ്സുള്ള ദൈവത്തിൻ്റെ പുത്രന്മാർ എഴുന്നേൽക്കണം. ഗ്ലോറി ടു ഗ്ലോറി, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക്, തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ ഈ നാളുകളിൽ എഴുന്നേൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ലോകത്തെ ജയിക്കുന്ന, പാപത്തെ ജയിക്കുന്ന, ജഡത്തെ ജയിക്കുന്ന, പിശാചിനെ ജയിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തിയുള്ള, വചനത്തിൻ്റെ വെളിച്ചമുള്ള, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുത്ത ദൈവത്തിൻ്റെ പുത്രന്മാർ എഴുന്നേൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ജീസസ്, ജീസസ്. ജയിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ. ഹവ്വ തോറ്റുപോയി, പാമ്പിൻ്റെ പരീക്ഷയിൽ ഹവ്വ തോറ്റുപോയി. നിങ്ങൾ ജയിക്കുമോ? ജയിക്കില്ലേ? ജയിക്കും അല്ലേ? ആരൊക്കെ ജയിക്കും? ഓക്കെ, പാമ്പ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ വീണു പോകില്ല. ആം ഐ കറക്റ്റ്? കറക്റ്റ്? നിങ്ങൾ വീഴില്ല. ആരോ എന്തോ പറഞ്ഞു. ദൈവസഹായം കിട്ടും, പക്ഷെ നമ്മുടേതായ റോളുകൾ നമുക്കുണ്ട്. ദൈവത്തിൻ്റെ സഹായം ഫുൾ നമുക്ക് എപ്പോഴും കിട്ടും, പക്ഷേ നമ്മുടെ റോളുകൾ നമ്മൾ തന്നെ ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവ് അതെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചില്ല. പകരം കർത്താവ് എന്ത് പറഞ്ഞു? അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞില്ല. കർത്താവ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല. കർത്താവ് അതിനുവേണ്ടി ഡിക്ലെയർ ചെയ്തില്ല. കർത്താവ് അതിനു വേണ്ടിയിട്ട് കൽപ്പിച്ചില്ല. പകരം കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. എല്ലാ കാര്യത്തിനും പ്രാർത്ഥനയില്ല. ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ടു ട്രസ്റ്റ് ഇൻ ഗോഡ്, ടു ഡിപ്പെൻഡ് അപ്പോൺ ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് പ്രാർത്ഥന. പല കാര്യങ്ങൾക്കും പ്രാർത്ഥന വേണം. എന്നാൽ ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥനയല്ല, ചില കാര്യങ്ങൾക്ക് സ്തുതി ആരാധന വേണം. ചില കാര്യങ്ങൾക്ക് വചനത്തിൻ്റെ വെളിപ്പാട് വേണം. ചില കാര്യങ്ങൾക്ക് ഉപവാസം വേണം. ചില കാര്യങ്ങൾക്ക് താഴ്മ വേണം. ചില കാര്യങ്ങൾക്ക് സ്വഭാവത്തിലെ രൂപാന്തരം വേണം. ചില കാര്യങ്ങൾക്ക് സമർപ്പണം വേണം. ചില കാര്യങ്ങൾക്ക് കാത്തിരിക്കണം, സഹിഷ്ണുത വേണം. അങ്ങനെ പല കാര്യങ്ങൾക്കും പലതാണ് വേണ്ടത്. ദൈവവചനത്തിൻ്റെ വെളിച്ചം ഉള്ളിലിറങ്ങുമ്പോൾ പലതും, നന്മകൾ പലതും സ്വന്തമാക്കുവാൻ ദൈവജനത്തിന് കഴിയും. നന്മകൾ പലതും സ്വന്തമാക്കുവാൻ ദൈവജനം റെഡിയാകും. ഹല്ലേലൂയ. അപ്പോൾ ജയിക്കണം. ഹവ്വ ജയിച്ചില്ല, നമുക്ക് വിശ്വസിക്കാം നമ്മൾ ജയിക്കും. ഒരു പാട്ടിൻ്റെ വരികളുണ്ട്, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ ഒന്ന് പാടിക്കേ. എൻ മനസ്സിൽ പരിപൂർണമായി ഞാൻ വിശ്വസിക്കും. എൻ മനസ്സിൽ പരിപൂർണമായി ഞാൻ വിശ്വസിക്കും. ഹവ്വയുടെ അടുക്കൽ പാമ്പ് വന്നു, ഹവ്വ ജയിച്ചില്ല. നമുക്ക് വിശ്വാസമുണ്ട്, നമ്മുടെ അടുക്കൽ പാമ്പ് വന്നാലും നമ്മൾ തോൽക്കില്ല, നമ്മൾ ജയിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് ട്രെയിനിങ് തരികയാണ്, വചനത്താൽ നമ്മെ അഭ്യസിപ്പിക്കുകയാണ്, ജീവിതത്തിൽ നമുക്ക് ട്രെയിനിങ് തരികയാണ്. അനേക എക്സാമ്പിളുകൾ നമ്മുടെ മുന്നിൽ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കുകയാണ്, ജയിക്കുവാൻ ബലം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ഓക്കെ, കർത്താവ് ചില സഭകളോട്, വെളിപ്പാട് പുസ്തകത്തിൽ ചില സഭകളോട് പറയുന്ന ദൂതിൻ്റെ ഭാഗമാണ് ജയിക്കുവാൻ തക്കവണ്ണം. ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എങ്ങനെ ജയിക്കണമെന്ന് ഇന്ന് നാം ചിന്തിക്കുവാൻ പോവുകയാണ്. ജയിക്കുന്നവന് പല പ്രതിഫലങ്ങളുണ്ട്. ജീവൻ്റെ മന്ന, ഓക്കെ, മറഞ്ഞിരിക്കുന്ന മന്ന, വെള്ളക്കല്ല്, ആലയത്തിൽ തൂണുകളായി മാറും, ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ പങ്കാളികളായി മാറും. ഇങ്ങനെയുള്ള പല നന്മകളുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. പകരം
ഈ നന്മകൾ പ്രാപിക്കുവാൻ നമുക്ക് എങ്ങനെ ജയിക്കുവാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമുക്ക് നോക്കാം. എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവരോട് ഇങ്ങനെ പറയുകയാണ്. കർത്താവിൻ്റെ വാക്കുകളാണ് അവിടെ കാണുന്നത്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഓക്കെ, എന്താണ് എഫെസോസ് സഭയ്ക്ക് പറയുന്നത്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. അവരോട് പറയുകയാണ്, നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. എന്താണ് നിന്നെക്കുറിച്ച് പറയാനുള്ള കുറ്റം? നിന്റെ ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. നിനക്ക് ആദ്യം സ്നേഹം കൂടുതലായിരുന്നു, അത്ര സ്നേഹം ഇപ്പോൾ ഇല്ല. ഇങ്ങനൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. 4-ാം വാക്യം വായിച്ചേ. ஆனாலும் நீ ஆதியில் கொண்டிருந்த அன்பை விட்டாய் என்று உன் பேரில் எனக்கு குறை உண்டு. ദൈവം കുറ്റം പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കുറ്റം പറയുന്നു. ദൈവം കുറ്റം പറയുന്നത് നമ്മെ നശിപ്പിക്കുവാനല്ല, അടിച്ചമർത്തുവാനല്ല. ദൈവം കുറ്റം പറയുന്നത് നമ്മെ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സാത്താൻ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്നെ മുറിവേൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദൈവവചനത്തിൽ നിന്നും നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ കഠിനപ്പെടരുത്. ഇസ്രായേൽ ജനം കഠിനപ്പെട്ടു. ഇസ്രായേൽ ജനം അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവത്തിൻ്റെ നന്മകൾ അനേകം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പലതും വൈകിപ്പോയി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതകാലത്തിൽ സ്വന്തമാക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തോട്, ദൈവവചനത്തോട്, ദൈവത്തിൻ്റെ അഭിഷിക്തരോട്, ദൈവത്തിൻ്റെ കൂട്ടായ്മകളിൽ കഠിനപ്പെടരുത്. അത് നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തും, നന്മകളെ വൈകിപ്പിക്കും. എന്നാൽ സാത്താൻ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റ് മനുഷ്യരുടെ വാക്കുകൾ നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ, സാത്താൻ നിങ്ങളെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുമ്പോൾ, അത് നിങ്ങളെ ഡിപ്രഷനിലോട്ടും അത് നിങ്ങളെ മാനസികമായി തകർച്ചയിലോട്ടും കൊണ്ടുപോകും. അതിനെ നിങ്ങൾ ജയിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുറവുകൾ കാണിച്ചു തരുന്നത് അതിനെ നികത്തുവാൻ വേണ്ടിയിട്ടാണ്. സാത്താൻ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ രക്ഷിക്കുവാനല്ല, നിങ്ങളെ അടിച്ചമർത്തി നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. സാത്താൻ്റെ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കു വ്യത്യാസമുണ്ട്. സാത്താൻ്റെ കാര്യങ്ങൾ നമ്മെ തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ വരുമ്പോൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കുവാനും പണിയുവാനുമാണ് നമ്മുടെ മേൽ വരുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കുകൾ നിരാശപ്പെടുത്തുവാനായി കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം വരുന്നത് നിരാശപ്പെടുത്തുവാനല്ല, ബലപ്പെടുത്തുവാനാണ്. ദൈവത്തിൻ്റെ ശബ്ദം വരുന്നത് മുറിവ് കെട്ടുവാനാണ്. ദൈവത്തിൻ്റെ ശബ്ദം വരുന്നത് അശുദ്ധിയെ മാറ്റി വിശുദ്ധിയെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ശബ്ദം വരുന്നത് തേജസ്സിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ശബ്ദം പണിയുവാൻ, നന്മയെ കൊണ്ടുവരുവാൻ, വിടുതൽ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ മേൽ കടന്നു വരും. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഇടയനിലൂടെ നിങ്ങൾ കേൾക്കും. ദൈവത്തിൻ്റെ അഭിഷിക്തർ നിങ്ങളോട് സംസാരിക്കും. വചനത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. കർത്താവ് നിങ്ങളോട് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും നിങ്ങളോട് ഇടപെടും. പല രീതിയിൽ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ലഭിക്കും. ഉറുമ്പിൽ കൂടെ പോലും, ചില ജീവികളിൽ കൂടെ പോലും കർത്താവ് നിങ്ങളോട് സംസാരിക്കും. പ്രകൃതിയിൽ കൂടെ പോലും കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ കാതുകൾ കൂർപ്പിക്കണം, മനസ്സിനെ ഒരുക്കണം. ദൈവത്തിൻ്റെ ശബ്ദം പലതരത്തിൽ നമ്മോട് ഉണ്ടാകും. ഹല്ലേലൂയ. പണിയുവാനാണ്, വിശുദ്ധീകരിക്കുവാനാണ്, രൂപാന്തരപ്പെടുത്തുവാനാണ്, നന്മയ്ക്കായിട്ടാണ് ദൈവത്തിൻ്റെ ശബ്ദം വരുന്നത്. ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഹല്ലേലൂയ. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രവൃത്തികളിൽ മാറ്റമുണ്ടാകും. ഓക്കെ, ഉദാഹരണത്തിന് ഈ സ്റ്റേജ് എല്ലാം ഭയങ്കര ഡെക്കറേറ്റഡ് ആയിരിക്കുന്നു അല്ലേ? ഇത് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരാൾ, എനിക്ക് തോന്നുന്നു സുൽബറാണെന്ന് തോന്നുന്നു ഡെക്കറേറ്റ് ചെയ്യുന്നത്. ആണോ? ഓക്കെ, ഞാൻ സുൽബറിനല്ല പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാളെന്ന് വെച്ചോ. ഈ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരാൾ ആദ്യം മാനസാന്തരപ്പെട്ട് ദൈവകൃപയിൽ വരുന്ന സമയത്ത് വളരെ ആഗ്രഹത്തോടെ, വളരെ ദാഹത്തോടെ, വളരെ ഇൻട്രസ്റ്റോടുകൂടെ ഇത് ഡെക്കറേറ്റ് ചെയ്യും. ഓക്കെ, എപ്പോൾ? ആദ്യ സ്നേഹം ഉള്ളപ്പോൾ. എന്ന് പറഞ്ഞാൽ
കൂടുതൽ സ്നേഹം തുളുമ്പി നിൽക്കുന്ന സമയത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും, താല്പര്യം കൂടുതലായിരിക്കും. എന്നാൽ സ്നേഹം കുറഞ്ഞു വരുമ്പോൾ വരുന്നത് വൈകി വരും. സ്നേഹം കുറഞ്ഞു വരുമ്പോൾ ഈ ചെയ്യുന്നതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് കുറയും. സ്നേഹം കുറഞ്ഞു വരുമ്പോൾ അത് വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്നൊരു മെൻ്റലിലൂടെ, അയ്യോ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നൊരു മാനസികാവസ്ഥ ഉണ്ടാകും. ഞാൻ ഈ സ്റ്റേജിൻ്റെ കാര്യം പറയുന്നുവെങ്കിലും വേറെ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ അവിടെ ഇട്ടുകൊള്ളുക. ആദ്യ സ്നേഹം കുറയുമ്പോൾ ആക്ടിവിറ്റീസിൽ പമ്മലുണ്ടാകും, പ്രവർത്തനങ്ങളിൽ ഡൾനെസ് ഉണ്ടാകും. ആദ്യ സ്നേഹം ഉള്ളപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി അത് ചെയ്യും. ഹല്ലേലൂയ. ഓക്കെ, സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് താല്പര്യം കുറയുമ്പോൾ അവർ പെട്ടെന്ന് റെഡിയാകില്ല, പെട്ടെന്ന് ഉറക്കെഴുന്നേൽക്കില്ല, അല്ലേ? അവർ കൂടുതൽ കിടക്കും, ലേറ്റായി പോകാൻ ശ്രമിക്കും, പറ്റുമെങ്കിൽ പോകാതിരിക്കാനുള്ള എല്ലാ അടവുകളും കാണിക്കും. എന്നാൽ അതേസമയം ഒരു ടൂർ പോകുന്നെന്നിരിക്കട്ടെ, ആ സമയം ഉറക്കം വരില്ല. തലേ ദിവസം മുതൽ വേണമെങ്കിൽ ഉറങ്ങാതിരിക്കും. കാരണം ആ ടൂർ മിസ്സാക്കാൻ പാടില്ല. സ്കൂളിൽ രാവിലെ 8 മണിക്ക് പോകാൻ ബുദ്ധിമുട്ടുന്ന ആൾ ടൂറിന് രാവിലെ 4 മണിക്ക് പോകാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് കാണിക്കും. എന്താണ് റീസൺ? ഇൻട്രസ്റ്റ് കൂടുതലാണ്. സ്കൂളിൽ പോകുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് കൂടുതലാണ് ടൂർ പോകാൻ. അതുപോലെ തന്നെ ആദ്യ സ്നേഹം കൂടി നിൽക്കുമ്പോൾ, ദൈവത്തോടുള്ള സ്നേഹം കൂടി നിൽക്കുമ്പോൾ ദൈവസഭയുമായി ബന്ധപ്പെട്ട് ദൈവിക കാര്യങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റോടെ ചെയ്യും. അത് കുറയുമ്പോൾ താമസിക്കും, സമയം കിട്ടില്ല, മുറുമുറുപ്പുണ്ടാകും, താല്പര്യം കുറയും, ക്ഷീണം കൂടും. ചില ജോലി ചെയ്യാൻ മടിയുള്ള ആളുകൾ, നിങ്ങളല്ല പറയുന്നേ, ജോലി ചെയ്യാൻ മടിയുള്ള ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കോമൺ വേർഡുണ്ട്, എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ ഒരു അസുഖം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? ശരീരത്തിന് പ്രശ്നമുള്ളത് കൊണ്ടല്ല, മനസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ആ ഒരു ക്ഷീണം. ശരിയല്ലേ? ശരിയാണോ? എനിക്ക് തോന്നുന്നു അമ്മമാർക്ക്, ലേഡീസിന് ആ കാര്യങ്ങൾ അറിയാൻ പറ്റും. ശരിയാണോ? കറക്റ്റാ. അത് ഇൻട്രസ്റ്റോടുകൂടെ ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും ആ ക്ഷീണം ഒരു ക്ഷീണമായിരിക്കില്ല. മനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, മനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും അതൊരു തടസ്സമാകില്ല. പക്ഷേ മനസ്സിന് താല്പര്യം കുറവാണെങ്കിൽ, ശരീരത്തിന് എനർജി ഉണ്ടെങ്കിലും ക്ഷീണമെന്നേ പറയൂ, വയ്യെന്നേ പറയും, മടി കാണിക്കും, വയ്യ എന്ന് പറയും. കാരണം എന്തെന്നറിയാമോ? ചെയ്യുന്ന കാര്യത്തോട് സ്നേഹമില്ല. ചെയ്യുന്ന കാര്യത്തിൽ സ്നേഹം വേണം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആരാധനയെക്കുറിച്ചാണ്. ദൈവനാമത്തിൽ ദൈവമക്കൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ സ്നേഹം വേണം. ആരാധിക്കുവാൻ വരികയാണോ? ആരാധനയോടൊരു സ്നേഹം വേണം. കൂട്ടായ്മയ്ക്കായി കാത്തിരിക്കുകയാണോ? ആ വിഷയത്തിൽ ഒരു സ്നേഹം വേണം, ഒരു ഇൻട്രസ്റ്റ് വേണം, ഒരു താല്പര്യം വേണം. ഇൻട്രസ്റ്റോടുകൂടെ, താല്പര്യത്തോടുകൂടെ ചെയ്താൽ ഒരു തടസ്സങ്ങളും തടസ്സമായി തോന്നുകയില്ല. താല്പര്യമില്ലാതെ ചെയ്യുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളും തടസ്സമായി തോന്നും. തടസ്സമായി തോന്നരുത്, താല്പര്യത്തോടെ ചെയ്യണം. കർത്താവ് ഒരു കുറ്റം പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ വീണു എന്ന് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ മുമ്പേ എങ്ങനെയായിരുന്നു? മുമ്പേ നിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? മുമ്പേ നിന്റെ സ്തുതി ആരാധനകൾ എങ്ങനെയായിരുന്നു? മുമ്പേ കൂട്ടായ്മയിലുള്ള നിന്റെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു? ദൈവസഭയിലുള്ള നിന്റെ സമർപ്പണം എങ്ങനെയായിരുന്നു? ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഈ ഒരു കാര്യത്തിൽ ഈ എഫെസോസ് സഭ ജയിക്കണം. എന്ത് ചെയ്യണം? ജയിക്കണം. കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നീ ജയിക്കണം. നീ നേരത്തെ ഇതിനേക്കാളും ആക്റ്റീവ് ആയിരുന്നു, നീ നേരത്തെ ഇതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പഴയ താല്പര്യം നിനക്കില്ല, ഇപ്പോൾ പഴയ ആക്റ്റീവ്നെസ് നിനക്കില്ല, പഴയ ഉത്സാഹം നിനക്കില്ല. നീ അവിടെ മാനസാന്തരപ്പെട്ടേ പറ്റൂ. എങ്കിൽ നീ ജയിക്കും. എല്ലാവരോടും ഒരേ കുറ്റമല്ല പറയാനുള്ളത്, പലരോടും പല കുറ്റമാണ് പറയാനുള്ളത്. പല സഭകളോട് കർത്താവ് ലേഖനം എഴുതുമ്പോൾ, പല സഭകളോട് ദൂത് കൊടുക്കുമ്പോൾ പലരോടും പല കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് ഈ എഫെസോസ് സഭയോട് പറയുന്ന ഈ ദൂതിൽ നിന്നും നമുക്ക് ഏറ്റെടുക്കാം, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കണം. ഹല്ലേലൂയ. ഈ എഫെസോസ് സഭയെ സംബന്ധിച്ചോളം
ആദ്യം കാണിച്ചിരുന്ന സ്നേഹം കൂടുതലാണ്. അതുകൊണ്ട് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ സ്നേഹം കുറഞ്ഞു, അതിനനുസരിച്ച് ആക്ടിവിറ്റീസും കുറഞ്ഞു. എന്നാൽ ഇതുവരെ സ്നേഹം കൂടുതൽ കാണിച്ചിട്ടില്ലാത്തവർക്ക് ആദ്യ സ്നേഹം എന്താണെന്ന് മനസ്സിലാകില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾ വളരെ സ്നേഹം വർദ്ധിപ്പിക്കണം. സ്നേഹം വർദ്ധിക്കുമ്പോൾ ആരാധനയോട് താല്പര്യം കൂടും. സ്നേഹം വർദ്ധിക്കുമ്പോൾ ദൈവികമായ വിഷയങ്ങളോട് താല്പര്യം കൂടും, പ്രാർത്ഥനയോട് താല്പര്യം കൂടും, ആരാധനയോട് താല്പര്യം കൂടും, കൂട്ടായ്മയോട് താല്പര്യം കൂടും, വചനത്തോട് താല്പര്യം കൂടും, ദൈവികമായ കാര്യങ്ങളോട് താല്പര്യം കൂടും. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അതിലേക്ക് നീ തിരിച്ചു വരണം. ഹല്ലേലൂയ. ലോകത്തിലുള്ള കാര്യങ്ങളോട് താല്പര്യം കാണിക്കുന്നതിനേക്കാൾ അധികം ദൈവജനം ദൈവിക വിഷയങ്ങളോട് താല്പര്യം കാണിക്കണം. ഹല്ലേലൂയ. ചില ആളുകൾക്ക് ന്യൂസ് കേൾക്കുവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ന്യൂസ് കേൾക്കണം, നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയണം. എന്നാൽ വചനം കേൾക്കാൻ അത്ര ഇൻട്രസ്റ്റ് കാണില്ല. ഓക്കെ, ചില ആളുകൾക്ക് രാവിലെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടി വിയിൽ ന്യൂസ് കേൾക്കാൻ കാണിക്കുന്ന ഇൻട്രസ്റ്റ് വചനം വായിക്കാൻ കാണിക്കില്ല. കറക്റ്റ്? ശരിയല്ലേ? അല്ല, നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ വേറെ കുറച്ച് ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയേ, ചില ആളുകൾക്ക് വാട്സപ്പിൽ വേറെ പലതും നോക്കുവാൻ ഇൻട്രസ്റ്റ് കൂടുതലാണ്, പക്ഷെ വചനം നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഡെയിലി ഓരോ വചനങ്ങൾ അയക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ലൈക്കുകളൊന്നും കാണാനില്ല. കാരണം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഇഷ്ടപ്പെടുന്നവർ എന്തു ചെയ്യും? ഒരു ലൈക്ക് അടിക്കും. ശരിയല്ലേ? ആ ഒരു ലൈക്ക് അടിച്ചു കൊള്ളണം. യൂട്യൂബിൽ വാട്സപ്പിൽ വചനം വായിക്കുമ്പോൾ അതിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അടയാളം കൊണ്ട് ഒരു ലൈക്ക് അടിച്ചു കൊള്ളണം. പിശാച് ബാധിച്ചവർ ഇപ്പം തന്നെ മനസ്സിലൊരു തീരുമാനം എടുക്കും, ഞാൻ ലൈക്ക് അടിച്ചാലും അടിച്ചില്ലെങ്കിലും എൻ്റെ ഹൃദയത്തെ ദൈവം അറിയുന്നു എന്നൊരു തീരുമാനം എടുക്കും. അങ്ങനെ വേണ്ട. ഓക്കെ, അതായത് കർത്താവ് നമ്മെ പണിതുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആക്ടിവിറ്റീസിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഹല്ലേലൂയ. എനിക്കൊന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ 120-ലധികം ആളുകളുണ്ട്. കൂടിപ്പോയാൽ ഒരു 25-30 ലൈക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നിങ്ങളെല്ലാവരും ആ വചനത്തെ ഏറ്റെടുത്ത് നിങ്ങൾ അവിടെ റെസ്പോണ്ട് ചെയ്യണം. ചെയ്യാമോ? ചെയ്തൂടെ? ഇനി കണ്ണു അടച്ചുകൊണ്ട് ലൈക്ക് അടിച്ചുകൊണ്ട് പോകരുത്. അത് വായിക്കണം. ഒരിക്കൽ വായിക്കണം, സമയമെടുത്ത് വായിച്ച് അത് ലൈക്ക് അടിക്കുക. ആ വചനത്തോടൊരു ഇൻട്രസ്റ്റ് കാണിക്കുക. എന്നിട്ട് ന്യൂസ് പേപ്പർ വായിക്കുക, എന്നിട്ട് വാർത്തകൾ കേൾക്കുക, എന്നിട്ട് ലോകത്തിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യും. ലോകത്തിലെ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഒരു ഇൻട്രസ്റ്റ് ദൈവത്തിന് കൊടുക്കുന്നുവെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുക, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കാണിക്കുക. ലോകത്തിൽ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ അധികം പ്രാധാന്യം ദൈവത്തിൻ്റെ വിഷയങ്ങളിൽ കൊടുക്കുക. അത് നമുക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും. നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം കൂടുതലായിരിക്കട്ടെ. വാർത്തയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ അധികം പ്രാധാന്യം വചനത്തിന് കൊടുക്കുക. ലോകത്തിന് കൊടുക്കുന്നതിന് പ്രാധാന്യത്തെക്കാൾ അധികം പ്രാധാന്യം വചനത്തിന് കൊടുക്കുക. സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ അധികം പ്രാധാന്യം വചനത്തിന് കൊടുക്കുക. ടൂറ് പോകുന്നതിനേക്കാൾ അധികം പ്രാധാന്യം ആരാധനയ്ക്ക് കൊടുക്കുക, കൂട്ടായ്മയ്ക്ക് കൊടുക്കുക. കല്യാണത്തിനും പാലുകാച്ചനും ഫംഗ്ഷനുകൾക്കും പോകുന്നതിനേക്കാൾ അധികം പ്രാധാന്യം വചനത്തിന് കൊടുക്കുക, കൂട്ടായ്മയ്ക്ക് കൊടുക്കുക, ആരാധനകൾക്ക് കൊടുക്കുക. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ അടയാളം. ഒരു ദൈവ പൈതൽ, ഒരു ദൈവപുത്രൻ ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോകുന്നവനല്ല, ലോകത്തെ ജയിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നവനാണ് ഒരു ദൈവപുത്രൻ. അവൻ്റെ മേൽ ഒരു വലിയ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. അവൻ ലോകത്തിലുള്ള കാര്യത്തേക്കാൾ അധികം പ്രാധാന്യം ദൈവത്തിൻ്റെ വിഷയങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൽ അവൻ്റെ സ്നേഹം വെളിപ്പെടും, അതിൽ അവനുള്ള താല്പര്യം വെളിപ്പെടും. ദൈവത്തിൻ്റെ ജനത്തിൽ ഒരു ഇൻട്രസ്റ്റ് വെളിപ്പെടട്ടെ, ഒരു താല്പര്യം വെളിപ്പെടട്ടെ. ധാരാളം അത്ഭുതങ്ങൾ, മിറക്കിളുകൾ, സൗഖ്യങ്ങൾ, വിടുതലുകൾ സ്വന്തമാക്കിയ ദൈവജനമാണ് ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്നത്. കറക്റ്റ്? ആരൊക്കെ കർത്താവിൽ നിന്നും മിറക്കിൾസ്, നന്മകൾ, അതിശയങ്ങൾ, വിടുതലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മിറക്കിൾസ് കർത്താവ് ചെയ്തിട്ടുണ്ട്, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ തുടർന്ന് കർത്താവ് നമ്മെ ഒരാട്ടിൻകൂട്ടമായി നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ തേടുവാനുള്ളൊരു മനസ്സ് ആടുകളായ നമുക്ക് വേണം.
അതിനോടൊരു സ്നേഹം കാണിക്കണം, അതിനോടൊരു ഇൻട്രസ്റ്റ് കാണിക്കണം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയെന്നൊരു കുറ്റം നമ്മെക്കുറിച്ച് കർത്താവ് പറയുവാൻ പാടില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകട്ടെ. അടുത്തൊരു എടുത്ത് പറഞ്ഞ്, ലോകത്തിലെ കാര്യത്തേക്കാൾ ദൈവത്തിൻ്റെ കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാം. ലോകത്തിലെ കാര്യത്തേക്കാൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കാം. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, അടുത്തൊരു സഭയിലേക്ക്, സ്മുർന്നയിലെ സഭ. സ്മുർന്നയിലെ സഭ 2:9, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഉൻ ക്രിയകളെയും ഉൻ ഉപദ്രവത്തെയും நீ ஐஸ்வர்யமுள்ளவனாயிருந்தும் உன்னில் இருக்கிற தரித்திரத்தையும் தங்களை யூதர் என்று சொல்லியும் யூதராயிராமல் சாத்தானுடைய கூட்டமாய் இருக்கிறவர்கள் செய்யும் ദൂഷണത്തെയും അറിந்திருக்கிறேன். ഓക്കെ, ഞാൻ അവസാനത്തെ ഭാഗം മാത്രം വായിക്കുന്നു. സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ദൈവജനത്തിന് എതിരെ ദുഷിച്ച് സംസാരിക്കുന്ന ആളുകൾ ഒരു കൂട്ടം ഉണ്ടാകും. നന്മ ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കുവാൻ തിന്മ ചെയ്യുന്ന ഒരു കൂട്ടം ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ അതുണ്ടാകും. വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാകില്ല. വരും കാലഘട്ടത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്ന സമയത്ത് ദുഷിക്കുന്നവർ ഉണ്ടാകില്ല, പാമ്പ് വരില്ല, പൈശാചികമായ ശക്തികൾ പ്രവർത്തിക്കില്ല. അതിനെ ദൈവസഭ ജയിക്കും. എന്നാൽ അതിനെ ജയിക്കാത്തടത്തോളം ഈ കാലങ്ങളിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ദൈവജനം അനുഭവിക്കേണ്ടി വരും. സ്തുതിക്കുന്ന ദൈവമക്കളെ നിരുത്സാഹപ്പെടുത്തുവാൻ ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരെ പിന്തിരിപ്പിക്കുവാൻ, അവരെ തടസ്സം ചെയ്യുവാൻ, അവരെ ഞെരുക്കുവാൻ, അവരെ ഉപദ്രവിക്കുവാൻ ഒരു കൂട്ടം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരെ കുത്തി മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ ഒരു കൂട്ടമുണ്ടാകും. അതിനെതിരെ സംസാരിക്കുവാൻ ഒരു കൂട്ടമുണ്ടാകും. ദൈവപൈതലേ, നിങ്ങൾ അതിനെ ജയിക്കണം. ആര് എന്ത് എതിരെ പറഞ്ഞാലും, ആര് എന്ത് എതിരെ സംസാരിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഇത് തന്നെയായിരിക്കണം ദൈവമക്കളുടെ തീരുമാനം. ഹല്ലേലൂയ. ചിലർ എതിരായി സംസാരിക്കുന്നത് കൊണ്ട്, ചിലർ ദുഷിക്കുന്നത് കൊണ്ട്, ചിലർ മോശമായി സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നിർത്തുകയില്ല. ചിലരുടെ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് നിർത്തുകയില്ല. അങ്ങനെ ഒരു തീരുമാനം ദൈവമക്കൾക്കുണ്ടാകട്ടെ. ദുഷിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്, പിന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, തള്ളിയിടുവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തോടുള്ള കണക്ഷനെ കട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അവരുടെ വാക്കുകൾ നിങ്ങളെ ബാധിക്കരുത്. സാത്താൻ്റെ ദൂഷണം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കരുത്. ചിലർ എഗെയിൻസ്റ്റായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ അത് ബാധിക്കരുത്. നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പലരും നിങ്ങളുടെ ആത്മീകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ, നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള കണക്ടിവിറ്റിക്ക് എതിരെ സംസാരിച്ചേക്കാം. അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കരുത്. ഹല്ലേലൂയ. ദൂഷണം പറയുന്ന ഒരു കൂട്ടമുണ്ടാകാം. ദാവീദ് എന്ന ദൈവ പൈതൽ വളർന്നു വന്നപ്പോൾ ദാവീദിനെ നശിപ്പിക്കുവാൻ ഒരു ശൗൽ എഴുന്നേറ്റു. ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് വസിച്ചു. ശൗലിന്റെ മേൽ ദുരാത്മാവ് വന്ന് വസിച്ചു. ദുരാത്മാവുള്ള ശൗൽ പരിശുദ്ധാത്മാവുള്ള ദാവീദിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്കെതിരെ, ആരാധനയ്ക്കെതിരെ, വചനത്തിനെതിരെ, വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നത് ആരാണെന്നറിയാമോ? ദുരാത്മാവ് ബാധിച്ചവർ. കൂട്ടായ്മകൾക്കെതിരെ സംസാരിക്കുന്നത് ആരാണെന്നറിയാമോ? ദുരാത്മാവ് ബാധിച്ചവർ. അവർ ദുഷിക്കും, അവർ അപമാനിക്കും, അവർ തരം താഴ്ത്തും, അവർ നിന്ദിക്കും, അവർ പുച്ഛിക്കും. മനസ്സിലാക്കണം, ഇതൊരു പാമ്പാണ്, ഇത് പിശാച് ബാധിച്ചതാണ്, ഇത് എന്നെ നശിപ്പിക്കുവാൻ, കൃപയിൽ നിന്ന് തള്ളിയിടുവാൻ വേണ്ടി വന്നിരിക്കുന്ന പാമ്പിൻ്റെ സന്തതിയാണ്, പിശാചിൻ്റെ സന്തതിയാണെന്ന് മനസ്സിലാക്കുക. ജയിക്കണം, ജയിക്കണം. ഹല്ലേലൂയ. അവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. സ്തുതിക്കുന്ന കാര്യത്തിൽ, ആരാധിക്കുന്ന കാര്യത്തിൽ, വചനമനുസരിക്കുന്ന കാര്യത്തിൽ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന കാര്യത്തിൽ വഴിയെ പോകുന്നവൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരായാലും, നിങ്ങൾ എത്ര സഹായിച്ചവരായാലും,
ദൈവത്തിന് വിരോധമായി, ദൈവവചനത്തിന് വിരോധമായി, വിശ്വാസത്തിന് വിരോധമായി, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരായി സംസാരിക്കുന്നവൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണ്ട. അവരുടെ അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണ്ട. നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക്. കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായിട്ടുള്ള തൻ്റെ ശരീരത്തെ തകർത്ത, രക്തം ചിന്തിയ ഒരു നാഥൻ നിനക്കായിട്ടുണ്ട്. അവൻ ലോകത്തിൽ അവൻ നമ്മെ രക്ഷിപ്പാണ്ടക്കവണ്ണം കാൽവരി ക്രൂശിൽ യാഗമായി മാറിയ ഒരു കർത്താവ് നിനക്കായിട്ടുണ്ട്. ആ സ്നേഹത്തെ നീ ധ്യാനിക്കുക. ലോകത്തിന്റെ സ്നേഹം നിനക്ക് വേണ്ട. യേശുവിന്റെ സ്നേഹം നമുക്ക് മതി. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. സത്യമായി പറയാം, ആ സാന്നിധ്യം മതി, ആ സാന്നിധ്യം മതി, അസാന്നിധ്യം മതി. Thank you Lord. അസാന്നിധ്യം മതി എനിക്ക്. ഒരിക്കൽ കൂടെ അസാന്നിധ്യം മതി, അസാന്നിധ്യം മതി, അസാന്നിധ്യം മതി, അസാന്നിധ്യം മതി എനിക്ക്. Thank you Lord, thank you Lord. നന്മകൾ സ്വന്തമാക്കിയ ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട ദൈവത്തിൻ്റെ ജനം, ലോകത്തിൻ്റെ ദൂഷണം കേട്ട്, ലോകത്തിൻ്റെ പരിഹാസം കേട്ട്, ലോകത്തിലെ നിന്ദകൾ കേട്ട് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും പിന്നോട്ട് പോകരുത്. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിൽ നിന്നും പിന്നോട്ട് പോകരുത്. ദൈവത്തോടുള്ള അറ്റാച്ച്മെന്റിൽ നിന്നും പിന്നോട്ട് പോകരുത്. പിന്മാറ്റുന്ന പല കാര്യങ്ങളും ലോകത്തിൽ നമ്മൾ കാണും, കേൾക്കും. പക്ഷേ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കരുത്. ജയിക്കണം. ഹല്ലേലൂയ. പിന്മാറ്റുന്ന പല കാര്യങ്ങളെയും ദൈവത്തിൻ്റെ ജനം ജയിക്കണം. അതിനൊന്നിനും ഈ സ്നേഹത്തിൽ നിന്നും എന്നെ തള്ളിയിടുവാൻ, എന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന അളവിൽ ദൈവത്തിൻ്റെ ജനം സ്ട്രോങ് ആയിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ സ്നേഹത്തിൽ നിന്നും അവൻ എന്നെ തള്ളിയിടുവാൻ ആർക്കും കഴിയുകയില്ല. പട്ടിണിയോ ആപത്തോ വാളോ ദാരിദ്ര്യമോ കഷ്ടതയോ ഒന്നിനും ഈ സ്നേഹത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ജയമെടുക്കുന്ന ഒരു മനസ്സ്, ജയിക്കുവാനുള്ള ഒരു ഉറപ്പ് ദൈവജനത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ ജയിക്കുമെന്ന് പറയുവൻ. ഞാൻ ജയിക്കും. എതിർപ്പുകളെ ജയിക്കും. ഡിസ്കറേജ്മെന്റ്സിനെ ഞാൻ ജയിക്കും. നിരുത്സാഹപ്പെടുത്തലുകളെ ഞാൻ ജയിക്കും. പിന്തിരിപ്പൻ കാര്യങ്ങളെ ഞാൻ ജയിക്കും. എതിരായുള്ള വർത്തമാനങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ജയിക്കും. കുഞ്ഞാടിന്റെ രക്തത്താൽ ഞാൻ ജയിക്കും. സത്യവചനത്താൽ ഞാൻ ജയിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ആരാധിക്കുന്നതിൽ നിന്നും സ്തുതിക്കുന്നതിൽ നിന്നും കർത്താവിന്റെ വഴിയിൽ നടക്കുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുന്ന ഏതൊരു പിശാചിന്റെ വർത്തമാനങ്ങളെയും, ഏതൊരു പിശാചിന്റെ റിപ്പോർട്ടുകളെയും, ഏതൊരു പിശാചിന്റെ ആക്ടിവിറ്റീസിനെയും ഞാൻ ജയിക്കും, ജയിക്കും, ജയിക്കും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആരാധിച്ചാൽ പലതും തരില്ല എന്ന് പറഞ്ഞാലും പറയണം, ഞാൻ ആരാധിച്ചാൽ എനിക്കത് തരില്ല എങ്കിൽ എനിക്കത് വേണ്ട. ദൈവത്തെ ആരാധിച്ചാൽ ജോലി തരില്ല, ജോലി വേണ്ട. ദൈവത്തെ ആരാധിച്ചാൽ റിസർവേഷൻ തരില്ല, റിസർവേഷൻ വേണ്ട. ദൈവത്തെ ആരാധിച്ചാൽ ഇന്ന കാര്യങ്ങൾ തരില്ല, വേണ്ട. ദൈവത്തെ ആരാധിച്ചാൽ കൂട്ടത്തിൽ കൂട്ടില്ല, വേണ്ടെന്നേ. ദൈവത്തെ ആരാധിച്ചാൽ എന്തു തന്നില്ല എങ്കിലും അത് വേണ്ട. ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവിനാൽ വരുന്ന ചില നന്മകൾ, ദൈവമക്കൾക്ക് മഹത്വകരമായ ചില ആശീർവാദങ്ങൾ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. തേജസ്സിന്റെ മേൽ തേജസ്സുള്ള, മഹത്വമുള്ള, ശ്രേഷ്ഠമായ ആശീർവദിക്കപ്പെട്ട കാര്യങ്ങളെ കർത്താവ് തന്റെ മക്കൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. നിന്നെ നിന്ദിച്ചവരൊക്കെയും വണങ്ങി നമസ്കരിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വരുന്ന ഒരു നാള്, അവൻ നിന്റെ അടുക്കൽ വരുന്നൊരു കാലം ദൈവ പൈതലേ നിനക്കായി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. നിന്നെ നിന്ദിച്ചവരൊക്കെയും വണങ്ങി നമസ്കരിച്ചുകൊണ്ട്, നിന്നെ ദുഷിച്ചവരൊക്കെയും വണങ്ങി നമസ്കരിച്ചുകൊണ്ട് അവൻ നിന്നെ തേടി വരുന്ന, അവൻ നിന്റെ പ്രീതിക്കായി നിന്നെ തേടി വരുന്ന, അവൻ ഹല്ലേലൂയ നിന്നോട് സംസാരിക്കുവാൻ നിന്നെ തേടി വരുന്ന ഒരു കാലം ആരാധിക്കുന്ന ദൈവ പൈതലിനായി, സ്തുതിക്കുന്ന ദൈവ പൈതലിനായി കർത്താവ് ഇതാ കാത്തുവച്ചിരിക്കുന്നു. ഇന്ന് നിന്നെ അവർക്ക് വേണ്ട. ഇന്ന് നീ അവർക്കൊരു ശല്യമാണ്. ഇന്ന് നീ ഒരു പുച്ഛമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആരാധിക്കുന്ന ദൈവ പൈതലിനെ
എപ്പോൾ നിന്ദിച്ചു തുടങ്ങുമോ, എപ്പോൾ ദുഷിച്ചു തുടങ്ങുമോ, എപ്പോൾ തരം താഴ്ത്തി തുടങ്ങുമ്പോ അപ്പോൾ മുതൽ ഒരു കരിനിഴൽ ദുഷിക്കുന്നവന്റെ മേൽ, എതിർക്കുന്നവന്റെ മേൽ, പുച്ഛിക്കുന്നവന്റെ മേൽ, നിന്ദിക്കുന്നവന്റെ മേൽ വീണു തുടങ്ങുകയാണ്. സത്യമായി കർത്താവിനെ സ്തുതിക്കുന്നവനെ ആര് നിന്ദിച്ചാലും ആര് ദുഷിച്ചാലും അന്ന് തുടങ്ങുന്നു ഒരു കരിനിഴൽ അവന്റെ ജീവിതത്തിൽ. A period of darkness will start upon his life from that day onwards. ആ സമയം മുതൽ ഒരു അന്ധകാരത്തിന്റെ കാലഘട്ടം അവന്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. കാരണം നിന്റെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട്. നീ ദൈവത്തിന് വിലയേറപ്പെട്ടവനാണ്. സ്തുതിക്കുന്ന ദൈവപൈതൽ ദൈവത്തിന് വിലയേറപ്പെട്ടവനാണ്. ആരാധിക്കുന്ന ദൈവപൈതൽ ദൈവത്തിന് വിലയേറപ്പെട്ടവനാണ്. വചനത്തെ മാനിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ദൈവത്തിന് വിലയേറപ്പെട്ടവനാണ്. ആരും അവരെ നിന്ദിക്കുവാൻ, പുച്ഛിക്കുവാൻ, ദുഷിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കുകയില്ല. ആമേൻ. നിന്ദിക്കുന്നവന്റെ മേൽ, ദുഷിക്കുന്നവന്റെ മേൽ ഒരു കരിനിഴൽ അത് വീഴുന്നുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് തന്നെ ആമേൻ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നീ വീഴുകയില്ല. നീ വീഴാതെ വണ്ണം ദൈവം നിന്നെ നിർത്തും. നീതിമാൻ പന പോലെ വളരും. പെട്ടെന്നൊരു മാറ്റം കണ്ടില്ലെങ്കിലും അവൻ വീഴുകയില്ല. അവനെ ദൈവം നിർത്തും. നീതിമാനെ കാക്കുന്ന, പരിപാലിക്കുന്ന, സഹായിക്കുന്ന ഒരു കരമുണ്ട്, ഒരു ദൈവമുണ്ട്. ആ കരം സ്തുതിക്കുന്ന മക്കൾക്കായി, ആരാധിക്കുന്ന മക്കൾക്കായി, വചനം ഏറ്റെടുക്കുന്ന മക്കൾക്കായി ആ കരം ചലിക്കും. അത് മഹത്വത്തിന്റെ കരമാണ്. അത് സൃഷ്ടിയുടെ കരമാണ്. അത് സൃഷ്ടാവിന്റെ കരമാണ്. അത് തേജസ്സിന്റെ കരമാണ്. അത് ദൈവ പ്രവൃത്തിയുടെ കരമാണ്. ജീസസ് താങ്ക് യു ജീസസ്. 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ സ്മുർന്ന സഭയോട് കർത്താവ് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ സഹിക്കണം. ഓക്കെ, സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നോക്കിക്കേ, ചില വ്യക്തികൾക്ക് ആരാധന നിമിത്തം, വചനം നിമിത്തം, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നത് നിമിത്തം പലരും ഒറ്റപ്പെടുത്തും, പലരും കൈവിടും, പലരും നിന്ദിക്കും, പലരും ദുഷിക്കും, ആരും കൂടെ കൂട്ടില്ല. ഈ സിറ്റുവേഷനിൽ പോലും ആമേൻ ദൈവത്തെ ഉപേക്ഷിക്കാതെ വണ്ണം കർത്താവിനോട് പറ്റി നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളെ കർത്താവ് സംരക്ഷിക്കും. കർത്താവ് അവരുടെ മേൽ മഹത്വകരമായ നന്മകളെ അയക്കും. പക്ഷെ കുറച്ചുനാൾ ആ നിന്ന സഹിക്കണം. ലോകത്തിലെ നിന്ന സഹിക്കണം. ലോകം നിന്ദിക്കുന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് തളർന്നു പോകണ്ട. വചനം പറയുന്നു, നിന്ദിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ സന്തോഷിച്ചു തുള്ളുവാൻ വചനം പറയുന്നു. ഹല്ലേലൂയ. നിന്നയുടെ ഒരു കാലഘട്ടത്തിൽ കൂടെ നീ കടന്നു പോകുന്നു എങ്കിൽ, ആമേൻ, ദുഷിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുവെങ്കിൽ, പുച്ഛിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നീ കടന്നു പോകുന്നുവെങ്കിൽ, നിനക്കായി തേജസ്സുള്ളൊരു കാലഘട്ടം, ഒരു മഹത്വമുള്ളൊരു കാലഘട്ടം, അവൻ ഒരു അധികാരം കൈക്കലാക്കുന്ന ഒരു കാലഘട്ടം അവൻ നിനക്കായി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. ജീവ കിരീടം വെക്കുന്ന ഒരു കാലഘട്ടത്തെ കർത്താവ് നിനക്കായി കരുതി വച്ചിട്ടുണ്ട്. സഹിച്ചു നിന്നാൽ, ക്ഷമയോടെ നിന്നാൽ, മുറുമുറുക്കാതെ നിന്നാൽ, തളർന്നു പോകാതെ നിന്നാൽ, വിശ്വാസം കൈവിടാതെ നിന്നാൽ, ദൈവസ്നേഹത്തിൽ നിന്നും പിന്മാറിപ്പോകാതെ നിന്നാൽ, ഒരു ജീവ കിരീടം, ആമേൻ, ഒരു അധികാരം, ആമേൻ, നിന്ദിക്കുന്നവരുടെ മേലൊരു അധികാരം, ദുഷിക്കുന്നവരുടെ മേലൊരു അധികാരം, തരം താഴ്ത്തുന്നവരുടെ മേലൊരു അധികാരം, അതിൽ ദൈവത്തിന്റെ ജീവനുള്ളൊരു അധികാരം, ഒരു ജീവ കിരീടം നിന്റെ മേൽ വെക്കുവാൻ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്.
സഹിച്ചു നിന്നാൽ, ആമേൻ, ജയിച്ചാൽ, ഹല്ലേലൂയ, ദാരിദ്ര്യത്തെയും ഞെരുക്കത്തെയും ഉപദ്രവത്തെയും പരിഹാസത്തെയും കടബാധ്യതകളെയും സഹിച്ചു നിന്നാൽ, ആമേൻ, സഹിച്ചു നിന്നാൽ, താഴ്മയോടുകൂടെ നിന്നാൽ, വിശ്വാസത്തിൽ നിന്നാൽ, ദൈവസ്നേഹത്തിൽ നിന്നാൽ, ദൈവകൃപയിൽ നിന്നാൽ, ഒരു ജീവകിരീടം നിനക്കായി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. തേജസ്സുള്ള ഒരു ജീവകിരീടം, മഹത്വമുള്ളൊരു ജീവകിരീടം സ്തുതിക്കുന്ന മക്കൾക്കായി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ജയിക്കണം, ഞെരുക്കത്തെ ജയിക്കണം, ഞെരുക്കത്തിൽ തളർന്നു പോകണ്ട. ഹല്ലേലൂയ. ദുഷ്ടന്മാർ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മുറുമുറുക്കരുത്. ചില സമയത്തേക്ക് ദുഷ്ടൻ ഉയർന്നിരിക്കുന്നത് പോലെ തോന്നും. ചില സമയത്തേക്ക് നിന്നെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും അവർക്കൊരു കുറവുമില്ലാത്തതുപോലെ തോന്നും. ആ സമയത്ത് നീ തളർന്നു പോകാതിരുന്നാൽ, ആമേൻ, ദൈവം നിന്നെ പണിയുന്നൊരു കാലഘട്ടമാണത്. നിന്നിൽ താഴ്മ തരുവാൻ, നിന്നിൽ ദൈവത്തിൻ്റെ നല്ല നല്ല ഗുണങ്ങളെ തരുവാൻ കർത്താവ് നിന്നെ പണിതെടുക്കുന്ന ഒരു കാലഘട്ടമാണത്. എന്നാൽ നിന്നെ ദുഷിക്കുന്നവർ, അവർക്ക് വരുവാനിരിക്കുന്ന ഒരു അനർത്ഥമുണ്ട്, അത് പിന്നാലെ നിന്റെ കണ്ണു കാണും. എന്നാൽ നിന്നെ ഉയർത്തുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ മാനിക്കുവാൻ, ആമേൻ, നിനക്കൊരു ജീവ കിരീടം തരുവാൻ കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. പരീക്ഷയെ നീ ജയിച്ചാൽ, ഈ സഹിഷ്ണുതയോടുകൂടെ നീ ജയിച്ചാൽ, കാത്തിരുന്നാൽ, ആമേൻ, ഇല്ലായ്മയിലും മുറുമുറുക്കാതിരുന്നാൽ, ഞെരുക്കത്തിനിടയിലും മുറുമുറുക്കാതിരുന്നാൽ, ആമേൻ, ദാരിദ്ര്യത്തിലും മുറുമുറുക്കാതിരുന്നാൽ, ഒറ്റപ്പെടലിലും മുറുമുറുക്കാതിരുന്നാൽ, നീ ഒരു ജയത്തെ പ്രാപിക്കുന്ന ഒരു ദിവസം നിനക്കായി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ്. സഹിച്ചു നിൽക്കണം. സഹിച്ചു നിന്നാൽ ഒരു നന്മ വെയിറ്റിംഗ് ആണ്. സഹിച്ചു നിന്നാൽ ഒരാശീർവാദം വെയിറ്റിംഗ് ആണ്. ഒരു കാലത്തും ഈ കഷ്ടം തീരില്ല, ഈ നിന്ന തീരില്ല, ഈ ദുഷ്ടി തീരില്ല എന്ന് മനസ്സിൽ വിചാരിക്കരുത്. എനിക്കായി കർത്താവ് ബെറ്റർ പ്ലാൻസ് വെച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസം നിന്റെ മനസ്സിൽ എപ്പോഴും ഇരിക്കട്ടെ. നിന്റെ പ്രായം അതിന് തടസ്സമല്ല. മോശയെ കർത്താവ് വിളിച്ചത് 80-ാമത്തെ വയസ്സിലാണ്. ഹല്ലേലൂയ. ഞാൻ വയസ്സായി പോയി, ഓക്കെ, ഇനി എവിടെ എനിക്ക് നന്മ കിട്ടും, എവിടെ എനിക്ക് ആശീർവാദം കിട്ടും എന്ന് നിരാശപ്പെടരുത്. വയസ്സായാലും ഒരു പക്ഷേ നീ എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, അവിടെയാണ് കർത്താവ് നിനക്ക് വേണ്ടി പുതിയൊരു നന്മ ആരംഭിക്കുന്നതെന്ന് മറന്നു പോകരുത്. താങ്ക് യു ജീസസ്. എല്ലാ പ്രതീക്ഷകളും തീർന്നു എന്ന് വിചാരിക്കേണ്ട. മോശ വിചാരിച്ചു, ഈ ആടുകളെല്ലാം മേയിച്ച് ഞാൻ ഇവിടെ ഈ മിദ്യാനിൽ അമ്മായിയപ്പൻ്റെ വീട്ടിൽ താമസിച്ച് ജീവിച്ചു പോകാം എന്ന് മോശ വിചാരിച്ചു. എന്നാൽ മോശ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് ദൈവം അതിനെ കോമയാക്കി മാറ്റി. വീണ്ടും ഒരു കണ്ടിന്യൂറ്റി, വീണ്ടും ഒരു തുടർച്ച കർത്താവ് മോശയുടെ ജീവിതത്തിൽ നൽകി. ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചത്, ആമേൻ, ആ വയസ്സായ കാലത്ത് എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു സമയത്താണ് ദൈവം ഒരു പുതിയ ആരംഭത്തെ മോശയ്ക്കായി തുറന്നു കൊടുത്തത്. മനുഷ്യർ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, എല്ലാം തീർന്നെന്ന് വിചാരിച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് ഒരു പുതിയ ആരംഭത്തെ കർത്താവ് തൻ്റെ മക്കൾക്കായി, തനിക്കായി കാത്തിരിക്കുന്ന മക്കൾക്കായി, സ്തുതിക്കുന്ന മക്കൾക്കായി, വചനത്തെ മാനിക്കുന്ന മക്കൾക്കായി കർത്താവ് ഒരു പുതിയ ആരംഭത്തെ ആരംഭിക്കുന്നു. എ ന്യൂ ബിഗിനിങ്. ഒരു പുതിയ ആരംഭത്തെ കർത്താവ് തൻ്റെ മക്കൾക്കായി ആരംഭിക്കുന്നു. വിശ്വസിപ്പേൻ. സ്തുതിക്കുന്ന മക്കളെ കർത്താവ് വെറുതെ അയക്കുകയില്ല, വെറുതെ വിട്ടുകളയുകയില്ല. നീ യെരൂശലേമിന്റെ നന്മയെ കാണും. ആമേൻ. നീ ജീവനുള്ളവരുടെ ദേശത്ത്, ആമേൻ, യെരൂശലേമിന്റെ നന്മയെ നീ കാണും. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണും. ഉയരത്തിൽ നിന്ന് വരുന്ന ആശീർവാദങ്ങൾ നീ സ്വന്തമാക്കും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ അത് കാണും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പക്ഷേ നീ ജയിക്കണം. ഞെരുക്കത്തിൽ, കഷ്ടതയിൽ, ഇല്ലായ്മയിൽ തളർന്നു പോകരുത്. ആ സമയത്തും ഒറ്റപ്പെടലിലും പരിഹാസത്തിൻ്റെ മധ്യത്തിലും ദൂഷണത്തിൻ്റെ മധ്യത്തിലും, ആമേൻ, എല്ലാവരും ഒറ്റപ്പെടുന്ന കണ്ടീഷനിലും നീ തളർന്നു പോകരുത്. ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും.
ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഒരു ഹൃദയം, അങ്ങനെ ഒരു നല്ല ഹൃദയം നിനക്കുണ്ടാകട്ടെ. സ്തുതിക്കുവാനുള്ള ഒരു ഹൃദയം ഉണ്ടാകട്ടെ. മുറുമുറുക്കുന്ന ഹൃദയം വേണ്ട, പെരുമുറുക്കുന്ന ഹൃദയം വേണ്ട, ചോദ്യം ചെയ്യുന്ന ഹൃദയം വേണ്ട. ആരാധിക്കുന്ന ഹൃദയം നിനക്ക് മതി, അനുസരിക്കുന്ന ഹൃദയം നിനക്ക് മതി, ദൈവത്തെയും ദൈവവചനത്തെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിനക്ക് മതി, കൂട്ടായ്മകളിൽ കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയം നിനക്ക് മതി. അത് നിന്റെ ജീവിതത്തിൽ മഹത്വത്തെ കൊണ്ടുവരും, അത് നിന്റെ ജീവിതത്തിൽ തേജസ്സിനെ കൊണ്ടുവരും, അത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അടുത്തൊരു സഭയോട് കർത്താവ് പറയുന്നു, 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ, 14-15 വാക്യത്തിൽ, ദുരുപദേശങ്ങൾ ആ കാര്യങ്ങളെ ജയിക്കുവാൻ കർത്താവ് പെർഗമോസ് സഭയോട് പറയുകയാണ്. കർത്താവിൽ നിന്നും അകറ്റിക്കളയുന്ന, കൂട്ടായ്മകളിൽ നിന്നും അകറ്റിക്കളയുന്ന, കർത്താവിൻ്റെ വചനത്തിന് വിരോധമായിട്ടുള്ള ദുരുപദേശങ്ങൾ പലതും കയറിക്കൂടിയേക്കാം. എന്നാൽ അതിനെ വചനത്താൽ ദൈവത്തിൻ്റെ ജനം അതിനെ ജയിക്കണം. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ എന്തുകൊണ്ട് വചനം ധ്യാനിക്കുന്നു? ദുരുപദേശം നമ്മുടെ ഇടയിൽ കടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വചനം ധ്യാനിക്കുന്നത്. വചനം ഉള്ളിലിറങ്ങുമ്പോൾ ദുരുപദേശത്തെ നമ്മൾ തിരിച്ചറിയും. ഏദൻ തോട്ടത്തിൽ പാമ്പിൽ കൂടെ ഹൗവയ്ക്ക് കിട്ടിയതൊരു ദുരുപദേശമാണ്. അതൊരു ഫാൾസ് ഡോക്ട്രിനാണ്. ദൈവം പറഞ്ഞു തിന്നരുത്, പാമ്പ് പറഞ്ഞു തിന്നാം. അതൊരു ദുരുപദേശമാണ്. ദൈവം പറഞ്ഞതിനെതിരെ സംസാരിക്കുന്ന ഉപദേശം അതൊരു ദുരുപദേശമാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു എനിക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. എന്നാൽ പാമ്പ് പറയും ഇല്ല, വിഗ്രഹം ഉണ്ടാക്കാം എന്ന് പറയും. ദൈവം ഏത് കാര്യം അരുതെന്ന് പറയുന്നുവോ അതിനെ കുഴപ്പമില്ല എന്ന് പറയുന്നത് പാമ്പാണ്, അത് കുഴപ്പമില്ല എന്ന് പറയുന്നത് പിശാചാണ്. ആ ദുരുപദേശങ്ങളെ ദൈവത്തിൻ്റെ ജനം ജയിക്കണം. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ ജയിക്കണം, ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണു പോകാതെ ജയിക്കണം. ദുരുപദേശങ്ങളെ ദൈവത്തിൻ്റെ ജനം ജയിക്കണം. ജയിച്ചാൽ ജീവന്റെ ഫലം എന്ന് പറഞ്ഞാൽ യേശുവിലൂടെ കിട്ടുന്ന മേത്തരമായ നന്മകൾ ദൈവത്തിൻ്റെ ജനം ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല ആത്മാവിൽ സ്വന്തമാക്കും. ഹല്ലേലൂയ. തുയഥൈരയിലെ സഭയോട് കർത്താവ് പറയുന്നു, 2-ാം അധ്യായം അതിൻ്റെ 25, 26, 27 വാക്യങ്ങൾ. 25-ാം വാക്യം, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവേൻ. എന്താണ് നിങ്ങൾക്കുള്ളത്? എന്താണ്? 19-ാം വാക്യം നമുക്ക് നോക്കാം. 19-ാം വാക്യത്തിൽ എന്താണ് അവർക്കുള്ളത്? തുയഥൈര സഭയ്ക്കുള്ളത് എന്താണെന്ന് അവിടെ പറയുന്നു. നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. ഇത് നീ ഞാൻ വരുന്നവരെ പിടിച്ചുകൊള്ളണം. ഈ സഭയുടെ ക്വാളിറ്റീസിനെ കുറിച്ച് കർത്താവ് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയാണ് ഇവിടെ തന്നെ നീ നിന്നോളണം. നിനക്ക് എന്തുണ്ട്? സ്നേഹമുണ്ട്. സ്നേഹമില്ലാത്ത ദൈവമക്കളാകുവാൻ പാടില്ല. സ്നേഹം വേണം. ആരോടൊക്കെ സ്നേഹം വേണം? ദൈവത്തോടും സ്നേഹം വേണം, നമ്മുടെ കൂടെയുള്ള മനുഷ്യരോടും സ്നേഹം വേണം. അടുത്തിരിക്കുന്നോട് പറഞ്ഞേ, ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യരെയും സ്നേഹിക്കണം. ഓക്കെ, പക്ഷെ ശ്രദ്ധിക്കണം, ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ സ്നേഹിക്കരുത്, ദൈവത്തെക്കാൾ അധികം നമ്മയും സ്നേഹിക്കരുത്, ദൈവത്തെക്കാൾ അധികം മനുഷ്യരെയും സ്നേഹിക്കരുത്. കൂടിയ സ്നേഹം കർത്താവിന്, കുറഞ്ഞ സ്നേഹം നമുക്ക്, അതേ സ്നേഹം മറ്റുള്ളവർക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്നേഹം, വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള മഹത്വത്തിൽ ഒരു വിശ്വാസം ദൈവമക്കൾക്കുണ്ടാകട്ടെ. ദൈവം ഇങ്ങനെ ചെയ്യൂ എന്ന് വിചാരിക്കേണ്ട. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യും. ഹല്ലേലൂയ. പൊട്ടക്കിണറിൽ പോലും വെള്ളത്തെ തരും. തരുമോ? തരല്ലേ? സാക്ഷികൾ ഇവിടെ ഉണ്ടല്ലേ? കിങ്സ്ലിമൻ്റെ അടുത്തുള്ള കുളം വറ്റിയോ? വറ്റിയിട്ടില്ല. എപ്പോഴും വറ്റിക്കിടക്കുന്ന കുളം, ഒരിക്കലും നിറയാത്ത കുളം കർത്താവ് 2023 ഓഗസ്റ്റിൽ ഫില്ല് ചെയ്തു. ഇതുവരെ അത് വറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, ഈ കുളം നിറച്ച് വെള്ളം വേണം, എനിക്ക് വാടകയ്ക്ക് വെള്ളം ഒഴിക്കാൻ വെള്ളം വേണം. എന്നാൽ കർത്താവ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കുളത്തിൽ ധാരാളം വെള്ളം ലഭിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവപൈതൻ്റെ ആഗ്രഹത്തിന് വേണ്ടി കർത്താവ് ആ അന്തരീക്ഷങ്ങളിൽ തന്നെ മാറ്റമുണ്ടാക്കുന്നു, ആ പ്രകൃതിയിൽ തന്നെ മാറ്റമുണ്ടാക്കുന്നു. ഒരു ദൈവപുത്രന് വേണ്ടി കർത്താവ് എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരു സ്തുതിക്കുന്ന ദൈവപൈതലിന് വേണ്ടി, ആരാധിക്കുന്ന ദൈവപൈതലിന് വേണ്ടി, വചനം അനുസരിക്കുന്ന ദൈവപൈതലിന് വേണ്ടി കർത്താവ് എന്ത് വേണമെങ്കിലും ചെയ്യും.
ഞാൻ പറയുന്നു, പ്രവചനങ്ങൾ മാറിപ്പോകും, ദർശനങ്ങൾക്ക് മാറ്റമുണ്ടാകും, വെളിപ്പാടുകൾക്ക് മാറ്റമുണ്ടാകും, ദൂതുകൾക്ക് മാറ്റമുണ്ടാകും. ഇന്നായിരിക്കുന്ന സ്പിരിച്വൽ കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രവചനങ്ങളും ദൂതുകളും വെളിപ്പാടുകളും വെളിപ്പെട്ട് വരുമ്പോൾ ഒരു ദൈവ പൈതൽ ആത്മാവിൽ വളർന്നു വരുന്നതിനനുസരിച്ച് ആ കാര്യങ്ങളുടെ മഹത്വങ്ങൾക്ക് വ്യത്യാസം വരും. ഹല്ലേലൂയ. മഹത്വകരമായ കാര്യങ്ങൾ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നാം അതിനുവേണ്ടി ഒരുങ്ങിയാൽ മഹത്വം വർദ്ധിക്കും. ഹല്ലേലൂയ. ഇന്ന് നിൽക്കുന്ന കൃപയ്ക്കനുസരിച്ചൊരു ദൂതാണ്, ഇന്ന് നിൽക്കുന്ന ഒരു കൃപയ്ക്കനുസരിച്ചൊരു പ്രവചനമാണ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി തരുന്നത്. എന്നാൽ ആ കൃപയിൽ നിന്ന് വീണുപോയാൽ പ്രവചനം നടക്കില്ല. എന്നാൽ ആ കൃപയിൽ നിന്നും ഉയരത്തിൽ കയറിയാൽ അതിനേക്കാളും മഹത്വമുള്ള നിലകളിൽ കാര്യങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യും. പ്രവചനത്തിൽ ആശ്രയിക്കേണ്ട, ദർശനത്തിൽ ആശ്രയിക്കേണ്ട, വെളിപ്പാടുകളിൽ ആശ്രയിക്കേണ്ട, ദൂതുകളിൽ ആശ്രയിക്കേണ്ട. വചനത്തിൽ നിൽക്കുക. വചനത്താൽ നമ്മെ പണിതാൽ, വചനത്താൽ നമ്മെ ശുദ്ധീകരിച്ചാൽ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് മഹത്വകരമായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ കർത്താവ് തന്റെ ജനത്തെ ഒരുക്കും. ഹല്ലേലൂയ. ഒരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ സംഭവിക്കുമെന്നല്ല വിശ്വസിക്കേണ്ടത്. പ്രവചനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവപുത്രന്മാർക്ക് വിശേഷപ്പെട്ട ജ്ഞാനത്തെ കർത്താവ് തരും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹിസ്കിയാവിനോട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നീ മരിച്ചു പോകും, കിടക്കുന്ന കിടക്കയിൽ നിന്നും എഴുന്നേൽക്കില്ല, നീ മരിച്ചു പോകും. എന്നാൽ ഹിസ്കിയാവിന് ഒരു ജ്ഞാനത്തെ ദൈവം കൊടുത്തു. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അതേ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം ഞാൻ നീട്ടി തന്നിരിക്കുകയാണ്. പ്രവചനങ്ങളെ മാറ്റുന്ന, ദൂതുകളെ മാറ്റുന്ന, വെളിപ്പാടുകളെ മാറ്റുന്ന, ദർശനങ്ങളെ മാറ്റുന്ന ഒരു വിശേഷപ്പെട്ട ജ്ഞാനം വചനത്താൽ ദൈവത്തിൻ്റെ മക്കൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും. തിന്മയ്ക്കായിട്ടല്ല, നിന്റെ നന്മയ്ക്കായിട്ട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ നിന്നെക്കുറിച്ച് എനിക്കുണ്ട്. ഒരു ദൈവവേദനെ കുറിച്ച് ദൈവത്തിന് ബെറ്റർ പ്ലാൻസ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ബെറ്റർ ആകുമ്പോൾ ദൈവത്തിന്റെ പ്ലാൻസ് വീണ്ടും ബെറ്റർ ആകും. അടുത്ത ഇവിടുന്ന് പറഞ്ഞ്, നമ്മൾ ബെറ്റർ ആകുമ്പോൾ ദൈവത്തിന്റെ പ്ലാൻസ് വീണ്ടും ബെറ്റർ ആകും. ഓക്കെ, നമ്മൾ വേസ്റ്റ് ആയാൽ ദൈവത്തിന്റെ പ്ലാൻസും വേസ്റ്റ് ആകും. അതുകൊണ്ട് ബെറ്റർ ആകാം. വചനത്തിൽ ബെറ്റർ ആകാം, സ്നേഹത്തിൽ ബെറ്റർ ആകാം, വിശ്വാസത്തിൽ ബെറ്റർ ആകാം. ഇവിടെ നോക്കിക്കോട്ടെ, എന്നെ കൊണ്ടിരിക്കുന്നത് കുട്ടികൾ അവിടെ കളിച്ച് കിടക്കട്ടെ, നിങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. വചനത്തിൽ ബെറ്റർ ആകാം, സ്നേഹത്തിൽ ബെറ്റർ ആകാം, ആരാധനയിൽ ബെറ്റർ ആകാം. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം മെച്ചപ്പെടുന്നുവോ, എത്രത്തോളം വീണ്ടും വീണ്ടും നന്നാവുന്നുവോ, അത്രത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നന്നാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഏത് കണ്ടീഷനിലാണ് അതിനനുസരിച്ചൊരു മഹത്വം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റം വരും. ഹല്ലേലൂയ. വിശ്വാസിയായിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കും. അത് പ്രവാചകന്മാർ പറയും, ദൂതുകളിലൂടെ വരും, ദർശനങ്ങളിൽ വെളിപ്പാടുകളിൽ വരും. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും താഴെ വീണുപോയാൽ ആ പറഞ്ഞതൊന്നും നടക്കില്ല. പ്രവാചകൻ കള്ളപ്രവാചകൻ ആയതുകൊണ്ടല്ല. എന്നാൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം കൂടെ മുകളിലോട്ട് കയറിയാൽ ആ പറഞ്ഞതുപോലെയല്ല, വീണ്ടും ബെറ്റർ ആകും. ദൈവത്തിൻ്റെ പ്ലാൻസ് വീണ്ടും ബെറ്റർ ആകും, വീണ്ടും നന്നാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൂത് കേൾക്കാനും വെളിപ്പാട് കേൾക്കാനും ദർശനം കേൾക്കാനുമുള്ള ഒരു ക്രേസ് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ കൂടുതലാണ്. പ്രവാചകൻ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്, എന്നെക്കുറിച്ച് എന്താണ് ദൂത് പറയാനുള്ളത്, എന്നെക്കുറിച്ച് എന്താണ് ദർശനം പറയാനുള്ളത്, എന്നെക്കുറിച്ച് എന്താണ് വെളിപ്പാട് പറയാനുള്ളത് എന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ഇന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ, വചനത്തിൻ്റെ വെളിച്ചം ഉള്ളിൽ ഇറങ്ങാത്തത് കൊണ്ടിട്ടാണ് ഈ ദൂതുകൾക്കായും വെളിപ്പാടുകൾക്കായും ദർശനങ്ങൾക്കായും പ്രവചനങ്ങൾക്കായും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ദൂതുകൾക്കായി, പ്രവചനങ്ങൾക്കായി, ദർശനങ്ങൾക്കായി, വെളിപ്പാടുകൾക്കായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനല്ല ഒരു ദൈവവേദനെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. വചനത്തിൽ നിൽക്കുവാൻ കർത്താവ് ദൈവമക്കളെ വിളിച്ചിരിക്കുന്നു. വചനത്തിന്റെ വെളിച്ചം ഉള്ളിൽ ഇറങ്ങി ദൈവകൃപയിൽ ബലപ്പെട്ട് എഴുന്നേൽക്കുവാൻ കർത്താവ് തൻ്റെ മക്കളെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് എപ്പോഴും തൻ്റെ മക്കളെ കുറിച്ച് ബെറ്റർ പ്ലാൻസേ ഉള്ളൂ, നല്ല പദ്ധതികളേ ഉള്ളൂ, നല്ല സ്കീമുകളേ ഉള്ളൂ. അത് വീണ്ടും വീണ്ടും നന്നാകുവാൻ നമുക്ക് നന്നാകാം. ഹല്ലേലൂയ. ചില ശുശ്രൂഷകൾ ഫുൾ പ്രവചനത്തിൽ മാത്രം പോകുന്നു, അവിടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരില്ല. പ്രവചനത്തിൽ മാത്രം പോകുന്നുവെങ്കിൽ ആ ശുശ്രൂഷ എങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ,
പഴയ കാലത്തിൽ ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചക സംഘങ്ങൾ ഉണ്ടായി. ആ പ്രവാചക സംഘങ്ങളായി അത് മാറണം. ഫുൾ ടൈം പ്രവചനത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിലായിട്ട് മാറണം. അല്ലാതെ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ മാത്രം അവിടെ പോയിട്ട് പുറത്തു ചാടി സ്വന്തം വഴികളിൽ പോകുന്ന രീതികളിൽ പോകരുത്. പ്രവാചക സംഘങ്ങൾ എഴുന്നേറ്റോട്ടെ, നല്ലത് തന്നെയാണ്. അഭിഷേകത്തിൽ ആരാധിക്കുന്ന സംഘങ്ങൾ എഴുന്നേറ്റോട്ടെ, നല്ലത് തന്നെയാണ്. ആത്മാവിൽ നടത്തപ്പെടുന്ന സംഘങ്ങൾ എഴുന്നേറ്റോട്ടെ, നല്ലത് തന്നെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ജനം വചനത്തിൽ ഉറയ്ക്കണം. ജീവിതത്തിലൊരു സമർപ്പണം ഉണ്ടാകണം. കർത്താവിനോട് ഒരു ബന്ധമുണ്ടാകണം. കർത്താവിനോട് റിലേഷൻഷിപ്പ് അത് നന്നാക്കണം. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം അത് നല്ല രീതിയിൽ കെട്ടി പണിതെടുക്കണം. ഹല്ലേലൂയ. എങ്കിൽ പിശാച് ജയിക്കില്ല. പ്രവചനത്തിൽ ആശ്രയിക്കുന്നവർ പിശാചിന്റെ തന്ത്രത്തിൽ വീണുപോകും. ദർശനത്തിൽ ആശ്രയിക്കുന്നവർ പിശാചിന്റെ തന്ത്രത്തിൽ വീണുപോകും. ദൂതുകളിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവർ പിശാചിന്റെ തന്ത്രത്തിൽ വീണുപോകും. വചനത്തിൽ ആശ്രയിക്കുന്നവർ പിശാചിന്റെ പ്രവൃത്തികളെ ജയിക്കും. വചനത്തിൽ ആശ്രയിക്കുന്നവർ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിക്കും. വചനത്തിൽ ആശ്രയിക്കുന്നവർ ലോകത്തെ ജയിക്കും. ലോകം ജഡം പിശാചിനെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജനം വചനത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ മക്കളെ വിളിച്ചിരിക്കുന്നു. ദൈവം അനേകർക്ക് പ്രവചന ശുശ്രൂഷകൾ, പ്രവചന വരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാമോ? അത് ഇവാഞ്ചലിസത്തിന് വേണ്ടിയിട്ടാണ്. പുതുതായി ഒരു വ്യക്തിക്ക് കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ, അവനിലൊരു വിശ്വാസം വരുവാൻ, അവർ ദൈവത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുവാൻ വേണ്ടി ഒരു ഇവാഞ്ചലിസ്റ്റിന് ദൈവം കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ് പ്രൊഫറ്റിക് ഗിഫ്റ്റ്. അത് വ്യത്യസ്തമായ സമയങ്ങളിൽ ഓപ്പറേറ്റ് ആകാം. പക്ഷേ പ്രവചനത്തിൻ്റെ പിന്നാലെ മാത്രം എപ്പോഴും പോകരുത്. അത് അപകടങ്ങളെ ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ധാരാളം വിശ്വാസികളുടെ ഒരു ക്രേസ് ഇങ്ങനെയാണ്. അത് എന്തു പറയുന്നു, എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്, എനിക്കത് കേൾക്കണം എന്നൊരു ടെൻഡൻസിയിലാണ്. ഒരു കാലത്തും നന്നാവില്ല. യൂട്യൂബിൽ വീഡിയോ വരുന്നുള്ളതുകൊണ്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാലത്തും നന്നാവില്ല. വചനത്താൽ പണിയപ്പെടണം. വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. വചനത്താൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. ദൈവത്തോടൊരു അറ്റാച്ച്മെന്റ് വരാതെ എന്ത് കിട്ടും, എന്ത് പറയുന്നു അങ്ങനെ കേട്ട് നടക്കരുത്. ആ ക്രൈസ് മാറണം. ദൂത് കേൾക്കുവാൻ, പ്രവചനങ്ങൾ കേൾക്കുവാൻ, വെളിപ്പാട് കേൾക്കുവാൻ, ദർശനങ്ങൾ കേൾക്കുവാൻ ഉള്ള ക്രൈസ്, ആ ടെൻഡൻസി വിശ്വാസികളിൽ നിന്നും മാറണം. എനിക്ക് തോന്നുന്നു ബഥേലിലെ മക്കൾക്ക് അതില്ല. പക്ഷേ പുറത്തുള്ള ധാരാളം സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. ഈ ഒരു ടെൻഡൻസി മാറിയെങ്കിൽ മാത്രമേ സഭകൾ പണിയപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ശിശുപാലകന്മാർക്ക്, കെയർ ടേക്കേഴ്സിന്, ബേബി കെയർ ടേക്കേഴ്സിന് അത് വേണം. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്ക് അത് വേണം. ആത്മാവിൽ ശിശുക്കളായിരിക്കുന്നവർ അത് കേട്ടായിരിക്കും ദൈവത്തിങ്കിലേക്ക് വരിക. നിങ്ങൾക്ക് പ്രവചനങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും വേണമെന്ന് ആഗ്രഹിപ്പൻ, കർത്താവ് തരും. എന്തിനെന്ന് കേട്ടില്ല? പുറത്ത് പോയി ആളുകൾക്ക് വെളിപ്പാടുകൾ, ദർശനങ്ങൾ കൊടുത്ത് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ മഹത്വത്തെ പറയുവാൻ കർത്താവ് നിങ്ങൾക്ക് തരും എന്നും പറഞ്ഞ് സഭയ്ക്കകത്ത് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. പുറത്ത് പോയി പറയേ, നിങ്ങളുടെ ബന്ധുക്കളോട് പോയി പറയേ, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയേ, നിങ്ങളുടെ സോഷ്യൽ സർക്കിളിൽ പോയി പറയേ, വെളിപ്പാടുകൾ കൊടുക്കുക, ദൂതുകൾ കൊടുക്കുക, ദർശനങ്ങൾ പറയേ, പ്രവചനങ്ങൾ പറയേ. അവർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം ആത്മാവിലുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ്സ് അവിടെ ഓപ്പറേറ്റ് ആകട്ടെ. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ആരാധനൈ ആരാധനൈ തുതി ആരാധനൈ 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 തുതി ആരാധനൈ ആരാധനൈ காலையிலும் மாலையிலும் ஆராதனை அப்பாவுக்கே. காலையிலும் மாலையிலும் ആരാധനൈ അപ്പാവുക്കേ. ആരാധനയിൽ എന്താണ്? കൂട്ടായ്മയിൽ എന്താണ്? ആരാധന. ദൈവമക്കൾ ഒന്നു ചേരുമ്പോൾ എന്ത് വേണം? ആരാധന. ദൂതും വേണ്ട, പ്രവചനവും വേണ്ട, ദർശനം കണ്ടോട്ടെ, വെളിപ്പാടുകൾ വന്നോട്ടെ, അപ്പോൾ വേണ്ട, അപ്പോൾ ആരാധിക്കുവാനായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തുതിക്കുവാനും ആരാധിക്കുവാനും. ദാവീദ് എന്താ പറയുന്നത്? ഞാൻ എല്ലാ കാലത്തും പ്രവചിച്ചു കൊണ്ടേയിരിക്കും എന്നാണോ പറയുന്നത്? ഇല്ല,
ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഞാൻ ഫുൾ ടൈം പ്രവചിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പ്രത്യേകം വന്ന് കാണണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയല്ല വേണ്ടിയത്. അത് പുറത്ത് ഇവാഞ്ചലിസത്തിന്, പുതിയ ആത്മാക്കളെ കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ, പുതിയ ആത്മാക്കളെ കർത്താവിൻ്റെ മഹത്വത്തെ കാണിച്ചു കൊടുക്കുവാൻ ഗിഫ്റ്റുകൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഓപ്പറേറ്റ് ആകണം, ധാരാളം ഓപ്പറേറ്റ് ആകണം. എന്നാൽ ഇവാഞ്ചലിസം ചെയ്യാത്തവർക്ക് അത് ആവശ്യമില്ല. അടുത്ത കേട്ടത് പറഞ്ഞേ, ഇവാഞ്ചലിസം ചെയ്യണം, ആത്മാക്കളെ പിടിക്കണം, യേശുവിനായി മനുഷ്യരെ പിടിക്കണം. അടുത്ത ആഴ്ച വരുമ്പോൾ ഓരോ പുതിയ ആത്മാക്കളെയും കൂടെ കൊണ്ടുവരണം. വേറെ സഭയിൽ പോകുന്നവരെ മോഷ്ടിച്ചുകൊണ്ട് വരരുത്. ഒരു സഭയിലും പോകാത്ത ആളുകളെ കർത്താവിനെ പരിചയപ്പെടുത്തി കൊണ്ടുവരണം. റെഡിയാണോ? ആരൊക്കെ റെഡിയാണ്? ശരി, ഓക്കെ. ബൈജു റെഡിയാണ്, ഭയങ്കര സന്തോഷം. ശരി, ഓക്കെ. കർത്താവ് അങ്ങനെ ആഗ്രഹിപ്പൻ. ജാതികൾ ആലയത്തിലേക്ക് ഒഴുകി വരുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യകാലം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകി ചൊല്ലും. ആ ഒരു കാലഘട്ടത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ അഭിഷേകത്തെ കർത്താവ് ധാരാളമായി പകരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദർശനങ്ങളെ കാണും. യെസ് മൈ ഫാദർ. അവൻ ഓരോ മക്കളുടെ മേലും കൃപാവരങ്ങൾ വെളിപ്പെടും. എന്തിനാണെന്നറിയാമോ? ജാതികളെ ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് വഴിനടത്തിക്കൊണ്ടുവരുവാൻ, ദൈവത്തെ അറിയാത്തവര് ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് വഴിനടത്തിക്കൊണ്ടുവരുവാൻ കൃപകളും കൃപാവരങ്ങളും ഓപ്പറേറ്റ് ആകട്ടെ, ധാരാളമായി ഓപ്പറേറ്റ് ആകട്ടെ. അത് ഓപ്പറേറ്റ് ആകുമ്പോഴും അടങ്ങിയിരുന്ന് വചനം കേൾക്കുവാനും, അടങ്ങിയിരുന്ന് ആരാധിക്കുവാനും, അടങ്ങിയിരുന്ന് കീഴ്പ്പെട്ടിരിക്കുവാനുമുള്ള നല്ല മനസ്സുണ്ടാകണം. കർത്താവ് തൻ്റെ സഭയെ പണിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഗുരു ശിഷ്യ ബന്ധത്തിലാണ് കർത്താവ് തൻ്റെ സഭയെ പണിയുന്നത്. കർത്താവ് തന്നെ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു. യേശു കർത്താവ് ഗുരുവായിരുന്നു കൊണ്ട് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ആ ശിഷ്യന്മാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഗുരു ശിഷ്യ ബന്ധത്തിലാണ് കർത്താവ് സഭയെ പണിതിരിക്കുന്നത്. ഹല്ലേലൂയ. പലതരത്തിലുള്ള ആത്മാവിൻ്റെ കാര്യങ്ങൾ നമ്മിൽ ഓപ്പറേറ്റ് ആകുമ്പോഴും ഗുരു ശിഷ്യ ബന്ധത്തിൽ തന്നെ പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അനേകം ആത്മാക്കളെ കർത്താവിൻ്റെ നാമത്തിൽ തൊട്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ ഗുരുവാകും. നിങ്ങൾ എന്താകും? ഗുരുവാകും. ആ നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ ആരാകും? ആരുടെ? നിങ്ങളുടെ. ഓക്കെ. ആ സമയത്ത് ഈ ഗുരുവിനെ കണ്ണ് കാണാതെ പോകരുത്. അല്ല, അത് മനസ്സിലായോ? ഞാൻ അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുരു ഉള്ളപ്പോൾ തന്നെ നിങ്ങളെ ദൈവം ഗുരുവാക്കും. എന്നാൽ നിങ്ങളുടെ ശിഷ്യന്മാരെ നിങ്ങൾ വീണ്ടും ഗുരുവാക്കണം. അവർ വീണ്ടും ആടുകളെ പിടിക്കണം. അവർ വീണ്ടും ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടണം. ഇതാണ് ആ ഒരു സ്പിരിച്വൽ സിസ്റ്റം. കർത്താവ് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം. ഈ രീതിയിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവൻ. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റത്തോളം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ കർത്താവ് തൻ്റെ ജനത്തെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകൾ നമ്മുടെ മേൽ ഓപ്പറേറ്റ് ആകുമ്പോൾ അവൻ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനൊക്കെ വേണം. കർത്താവ് തൻ്റെ ജനത്തെ ഓതറൈസ് ചെയ്യുകയാണ്, അധികാരപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഓക്കെ. എന്തൊക്കെ? സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ, സഹിഷ്ണുത, ക്ഷമ, ഇതെല്ലാം നിനക്ക് വേണം. നിന്റെ പ്രവൃത്തി, എന്ത് പ്രവൃത്തി? കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, സ്തുതിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, വചനം ധ്യാനിക്കുന്നത്, സുവിശേഷം പറയുന്നത്, കർത്താവിൻ്റെ മഹത്വത്തെ ഉയർത്തുന്നത്, സാക്ഷികൾ പറയുന്നത്, നിന്റെ പ്രവൃത്തി ആദ്യത്തേതിലും അധികമെന്ന് ഞാൻ അറിയുന്നു. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇത് നിനക്കുണ്ട്, ഇത് നീ മുറുകെ പിടിച്ചുകൊള്ളുക. ഇതിൽ നിന്ന് നീ താഴോട്ട് പോകരുത്.
ഇന്ന് നിനക്ക് കൂട്ടായ്മയുണ്ട്, അതിൽ നിന്ന് നീ പിന്നോട്ട് പോകരുത്. ഇന്ന് നിനക്ക് വചനമുണ്ട്, ഇതിൽ നിന്ന് നീ പിന്നോട്ട് പോകരുത്. ഇന്ന് നിനക്ക് ആരാധനയുണ്ട്, ഇതിൽ നിന്ന് നീ പിന്നോട്ട് പോകരുത്. ഇതിൽ നിന്നും നീ കവിഞ്ഞു വരണം, ഇതിൽ നിന്ന് നീ വർദ്ധിച്ചു വരണം. പക്ഷെ ഇതിൽ നിന്നും നീ പിന്നോട്ട് പോകരുത്. ഇതാണ് കർത്താവ് തുയഥൈരിയ സഭയോട് പറയുന്നത്. അങ്ങനെ നീ നിന്നാൽ നീ ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവ് തന്ന കാര്യങ്ങളിൽ അതിനെ മുറുകെ പിടിച്ചു കൊള്ളണം, അതിനെ കളയരുത്. എങ്കിൽ നീ ജയിക്കും. ആദ്യ സ്നേഹം കുറയരുത്, ദൂഷണത്തിൽ വീണുപോകരുത്, പിന്തിരിഞ്ഞു പോകരുത്, ദുരുപദേശങ്ങൾ വരും, മൈൻഡ് ചെയ്യരുത്. ആമേൻ. നിന്റെ പ്രവൃത്തിയിൽ നിന്ന് നീ പിന്നോട്ട് പോകരുത്, അതിൽ നീ വർദ്ധിച്ചു വരണം. വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ലവോദിക്യ സഭയോട് കർത്താവ് പറയുന്ന ഒരു കാര്യം, 15ഉം 16ഉം വാക്യം. ലവോദിക്യ സഭയുടെ കർത്താവ് പറയുന്നു, 15ഉം 16ഉം വാക്യം. അവിടെ 3-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യം. 3-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യം. உன் கிரியைகளை அறிந்திருக்கிறேன், நீ குளிருமல்ல அனலுமல்ல, நீ குளிராயாவது அனலாயாவது இருந்தால் நலமாயிருக்கும். இப்படி நீ குளிருமின்றி அனலுமின்றி வெதுவெதுப்பாய் இருக்கிறபடியினால் உன்னை என் வாயினின்று വാന്തി പണി പോടുവേൻ. ശരി, ഇവിടെ നോക്കിയേ. ഇവിടെ വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്: നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ തണുപ്പനുമല്ല ചൂടനുമല്ല. നിന്നിൽ ചൂടുമില്ല തണുപ്പുമില്ല, പക്ഷെ നീ രണ്ടും കൂടെ മിക്സഡ് കണ്ടീഷനിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന് കർത്താവ് പറയുകയാണ്. എന്താണ് ഈ സഭയുടെ പ്രശ്നമെന്നറിയാമോ? കർത്താവ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ സ്നേഹമുണ്ടാകും, ഒരു പക്ഷേ സമാധാനമുണ്ടാകും, ആരാധനയുണ്ടാകും, കൂട്ടായ്മയുണ്ടാകും. പക്ഷേ പല കാര്യങ്ങളും ഇപ്പോഴും മിസ്സിങ് ആണ്. പക്ഷെ ഭയങ്കര കോപമായിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും. ഓക്കെ, ആരാധിക്കും, പക്ഷേ ഒരാളിന് സമാധാനമായിട്ട് ഇവരോട് സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആളുകളെയാണ് പറയുന്നത് ശീതോഷ്ണവാൻ. ആരാധന എന്ന് പറഞ്ഞാൽ ദാവീദിനെ പോലെ ചാടി ആരാധിക്കും, ദാവീദിനെ പോലെ നൃത്തം ചെയ്ത് ആരാധിക്കും. പക്ഷേ ഒരു ചെറിയ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായി ടെൻഷൻ അടിച്ച് അവിടെ ചാടി പൊടിച്ചു കളയും. ഇങ്ങനെയുള്ള ആളുകളെയാണ് പറയുന്നത് ശീതോഷ്ണവാൻ. അവരെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. നിനക്ക് ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്, പക്ഷെ സ്വഭാവം ശരിയല്ല, ഞാൻ നിന്നെ തുപ്പിക്കളയും. നിനക്ക് സ്നേഹമുണ്ട്, പക്ഷേ മറ്റു പല കുറവുകളും നിന്നിലുണ്ട്, ഞാൻ നിന്നെ തുപ്പിക്കളയും. വചനം മുഴുവനും നീ ഏറ്റെടുക്കണം. നീ ആരാധിക്കുമ്പോൾ തന്നെ സ്വഭാവത്തിലും നന്നാവണം. പുറമെ ആരാധിച്ചാൽ മാത്രം പോരാ, പുറമെ വിശ്വാസിയായിരുന്നാൽ മാത്രം പോരാ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ നീ മരിപ്പിക്കണം. ആമേൻ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നീ മരിപ്പിച്ച് സ്വഭാവത്തിൽ നീ ഒരു വിശുദ്ധീകരണം പ്രാപിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. 20-ാം വാക്യത്തിൽ വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ഈ ലവോദിക്യ സഭയുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കില്ല. വചനം കൊണ്ടു നടക്കും, വചനം അനുസരിക്കില്ല. വചനം കൊണ്ടു നടക്കും, അതിൻ്റെ വെളിച്ചം ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടില്ല. വചനം കൊണ്ടു നടക്കും, പക്ഷേ അത് പറഞ്ഞതിനനുസരിച്ച് ജീവിക്കില്ല. ബൈബിൾ കൊണ്ടു നടക്കും, പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കില്ല. ഇതാണ് ലവോദിക്യ സഭയുടെ പ്രശ്നം. ബൈബിൾ കൊണ്ടു നടന്നാൽ പോരാ, ഇതിൽ മഹത്വമുള്ള ഒരു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന മഹത്വമേറിയ കാര്യങ്ങൾ ഈ വചനത്തിലുണ്ട്. ഈ വചനത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാകണം. പ്രത്യേകിച്ചും സ്വഭാവത്തിൽ മാത്രം ഒരു വിശുദ്ധീകരണം വരുമ്പോൾ തന്നെ അനേക അനുഗ്രഹങ്ങൾ അതിൽ മറഞ്ഞിരിപ്പുണ്ട്. അത് ദൈവമക്കൾ സ്വന്തമാക്കും. ആരാധനയുണ്ട്, സ്തുതിയുണ്ട്, കൂട്ടായ്മയുണ്ട്, പല കാര്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ സ്വഭാവം നന്നാകാതിരുന്നാൽ പല നന്മകളും തടസ്സപ്പെട്ട് കിടക്കും. ശീതോഷ്ണവാന്റെ അനുഭവമാണ്. അങ്ങനെ ഇരിക്കേണ്ട. അനേക നന്മകളാൽ ദൈവത്തിൻ്റെ ജനം നിറഞ്ഞിരിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളാൽ ദൈവത്തിൻ്റെ മകൾ നിറഞ്ഞിരിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ദൈവത്തിൻ്റെ ജനം എല്ലാറ്റിലും ഉയർന്നിരിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ദൈവത്തിൻ്റെ ജനം മഹത്വത്തിൽ നിറഞ്ഞിരിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. സ്വഭാവത്തെ ശുദ്ധീകരിക്കണം, ചിന്തയെ ശുദ്ധീകരിക്കണം, നോട്ടത്തെ ശുദ്ധീകരിക്കണം, ലൈഫ് സ്റ്റൈലിനെ ശുദ്ധീകരിക്കണം. എല്ലാ ആക്ടിവിറ്റീസിലും ഒരു വിശുദ്ധീകരണം വചനത്താൽ സംഭവിക്കണം. അങ്ങനെ ഒരു വിശുദ്ധീകരണം സംഭവിക്കുമ്പോൾ ശീതോഷ്ണവാനല്ല, അവൻ ഉഷ്ണവാനായിരിക്കും, അവൻ ചൂടുള്ളവനായിരിക്കും, അവൻ പരിശുദ്ധാത്മാവിൻ്റെ തീയുള്ളവനായിരിക്കും, പരിശുദ്ധാത്മാവിനിൽ വസിക്കും. ദൈവത്തിൻ്റെ ശക്തി അവനിൽ നിന്ന് പുറപ്പെടും, ദൈവത്തിൻ്റെ മഹത്വം അവനിൽ നിന്ന് പുറപ്പെടും. നമ്മൾ ഓരോരുത്തരും
പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്ന ഉഷ്ണവാന്മാരായി ചൂടുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തീ നമ്മിൽ കത്തട്ടെ, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ തടസ്സമായിരിക്കുന്ന ദുഷ്ട സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മരിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോടൊരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ടുള്ള പക ചിലരോട് അവർ ചെയ്ത കാര്യനിമിത്തം ആ കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ എനിക്കുണ്ടാകും. ഞാൻ എന്തു ചെയ്യണം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഈ പക ഉള്ളിൽ വരുവാൻ പാടില്ല, ഈ കയ്പ് ഉള്ളിൽ വരുവാൻ പാടില്ല, ഈ വെറുപ്പ് ഉള്ളിൽ വരുവാൻ പാടില്ല. അതിനെ ജയിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? ജയിക്കണം. സ്വയമേ ജയിക്കാൻ പറ്റിയില്ല എങ്കിൽ ദൈവമക്കളോട് ഷെയർ ചെയ്യുക, എന്നിട്ട് അവരുടെ ആലോചനകൾ കേൾക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ജനം ഉപവസിച്ച് തുടങ്ങിയാൽ, കൺട്രോൾ ഇല്ലാത്ത കോപം, ഉപവസിക്കുക, കോപം മാറട്ടെ, പറ്റുന്ന പോലെ ഉപവസിച്ചാൽ മതി. ഭയങ്കര ടെൻഷൻ, ഉപവസിക്കുക, ആ ടെൻഷൻ മാറട്ടെ. അസൂയ, ഉപവസിക്കുക, അസൂയയുടെ സ്വഭാവം വേണ്ട, അത് മാറണം. കയ്പ്, പക, പിണക്കം, ഉപവസിക്കുക, ആ സ്വഭാവത്തിൽ നിന്നും പുറത്തു വരണം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം, അതിനെ വചനത്താൽ ജയിക്കണം, ആത്മാവിനാൽ അതിനെ ജയിക്കണം, ദൈവശക്തിയാൽ അതിനെ ജയിക്കണം. എങ്കിൽ ദൈവത്തിൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ജയിക്കണം, ജയിക്കണം. നാം ജയിക്കുവാൻ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ജയിക്കണം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ ജയിക്കണം. ദൈവത്തിൻ്റെ ജനം ഈ സിറ്റുവേഷൻസിനെല്ലാം ജയിച്ചാൽ ചില നന്മകൾ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. ദൈവജനം അത് സ്വന്തമാക്കും. പരിഹാസത്തിൻ്റെ മധ്യത്തിൽ സഹിഷ്ണുതയോടെ നിൽക്കുകയാണോ? വിശ്വസിപ്പിൻ, അതിൻ്റെ മറവിൽ ഒരു നന്മ മറഞ്ഞിരിപ്പുണ്ട്. നീ കോപിക്കാതെ വണ്ണം, മുറുമുറുക്കാതെ വണ്ണം, ഡിപ്രഷനിൽ പോകാതെ വണ്ണം, തളർന്നു പോകാതെ വണ്ണം, സഹിഷ്ണുതയോടുകൂടെ ആ നിന്ദയുടെ മധ്യത്തിലും പരിഹാസത്തിൻ്റെ മധ്യത്തിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുകയാണോ? ഒരു നന്മ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. കർത്താവ് തൻ്റെ മക്കൾക്കായി കരുതി വെച്ചിട്ടുള്ള മഹത്വമുള്ള ഒരു നന്മ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. ചില നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ ആരാധിക്കുന്ന ദൈവപൈതൽ കടന്നു പോകുമ്പോൾ, ചില ഇല്ലായ്മകളുടെ, ഞെരുക്കങ്ങളുടെ, വേദനകളുടെ ദൈവത്തിൻ്റെ പൈതൽ കടന്നു പോകുമ്പോൾ വചനത്തെ ഏറ്റെടുത്ത് സഹിഷ്ണുതയോടെ നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായും ഒരു നന്മ ഒരു ദൈവപൈതലിനായി കാത്തിരിക്കുകയാണ്. അത് വേഗത്തിൽ സ്വന്തമാക്കുവാൻ തക്കവണ്ണം ദൈവജനം ഒരുങ്ങാം. അവൻ വചനത്തിലും ആരാധനയിലും ഒരു ദൈവപൈതൽ ഒരുങ്ങുമ്പോൾ അത് ലഭിക്കുന്നതിൻ്റെ അതിൻ്റെ സമയം ദീർഘിക്കുകയില്ല. അത് വേഗത്തിൽ സ്വന്തമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. അവൻ അത് നീണ്ടുപോവുകയില്ല, അതിൻ്റെ ടൈമിംഗ് നീണ്ടുപോവുകയില്ല. അതിൻ്റെ ടൈമിങ്ങുകളെ കർത്താവ് വെട്ടി ചുരുക്കുകയാണ്. അവൻ ആ നീണ്ട കാത്തിരിപ്പുകളെ കർത്താവ് വെട്ടി ചുരുക്കുകയാണ്. അവൻ ദീർഘകാലത്തെ കാത്തിരിപ്പ് പല വിഷയങ്ങൾക്കായി ദീർഘകാലം കാത്തിരിക്കുന്ന കാത്തിരിപ്പുകളെ കർത്താവ് അവസാനിപ്പിക്കുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി, വചനത്തിന് മുന്നിൽ കീഴ്പ്പെടുന്ന ദൈവമക്കൾക്കായി നീണ്ട നാളത്തെ കാത്തിരിപ്പുകളെ കർത്താവ് അവസാനിപ്പിക്കുന്നു. വഴികൾ, ഒരു പുതിയ വഴി കർത്താവ് തുറക്കുന്നു. വാതിലുകളെ കർത്താവ് തുറക്കുന്നു. ഒരു നന്മ കാണുവാൻ കർത്താവ് അവൻ ഹല്ലേലൂയ അവൻ അവസരങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നു. അന്തരീക്ഷങ്ങളെ മാറ്റുന്നു. അവൻ സ്വർഗീയ ഭണ്ഡാരങ്ങളെ തന്റെ മക്കൾക്കായി കർത്താവ് തുറക്കുന്നു. താങ്ക് യു ലോർഡ്. ജയിക്കുവിൻ. ലോകം, ജഡം, പിശാചിനെ ദൈവത്തിൻ്റെ മക്കൾ ജയിക്കണം. ജയിക്കുന്നവന് അനേക നന്മകൾ ഉയരത്തിൽ നിന്നും സ്വന്തമാക്കുവാൻ തക്കവണ്ണം കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. പാപത്തെ ജയിക്കണം, ലോകമോഹങ്ങളെ ജയിക്കണം, ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിക്കണം, പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കണം. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ജയിക്കുന്ന ദൈവത്തിൻ്റെ ജനം നന്മകൾ പ്രാപിക്കും. ജയിക്കുവാൻ കൃപയുണ്ടാകട്ടെ.